യാത്ര ചെയ്യുക. യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ ആരാധിക്കുന്നു. കർത്താവിൻ്റെ മഹത്വത്തിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ചല്ലോ, സാക്ഷ്യവാചകങ്ങൾ കൂടി ഞങ്ങളോട് സംസാരിച്ച, പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അവരുടെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ പ്രയർ റിക്വസ്റ്റ് ഇന്ന് പകൽക്കാലം സൗഖ്യമായി, വിടുതലായി, നന്മയായി വ്യാപരിക്കട്ടെ. ഞങ്ങളോട് ഇടപെടുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ ഒരുമിച്ചാക്കിയിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യു മേ ബി സീറ്റഡ്. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രം. Thank God for this wonderful morning. രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. Our God knows us well. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. We're going to worship God together. നമ്മുടെ ടൈം ഫ്രെയിമുകളൊക്കെ മാറ്റണമെന്നാണ് പരിശുദ്ധാത്മാവ് എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. The Spirit of God has instructed me to remove the time frames. നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഒതുക്കാറുണ്ട്. We limit ourselves in many things. അതുകൊണ്ട് ഇന്ന് രാവിലെ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു ചിന്തകൾ നമുക്ക് വേണ്ട. We should remove the thoughts of that nature. നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ നന്നായിട്ട് ദൈവത്തിന് അറിയാം. Our God knows our needs better than us. ദൈവം നമ്മെ തൊടാൻ വിശ്വസ്തനാണ്. And God is faithful to touch us. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. Our God is using our kids. ഇന്ന് രാവിലെ ഞാൻ വളരെ സന്തോഷിക്കുകയായിരുന്നു. when they were singing on the stage and the message was coming out as the way God was giving them utterance that you are going to rejoice in the presence of the Lord in the days to come. അത് വലിയ സന്തോഷമായി മാറും സഭയ്ക്ക്. It will turn into a great rejoicing for us. ഒരു രാത്രി കൊണ്ടൊന്നും നമുക്കൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. We will not have a transformation overnight. 41 വയസ്സായിട്ട് എനിക്ക് ഇന്നും പലതും മാറാൻ പറ്റിയിട്ടില്ല. It's been 41 years and I am still not changed. നിങ്ങൾ പലരും നിങ്ങൾക്കറിയാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. And you all know your things. ദൈവത്തിന്റെ സമയമാകുമ്പോൾ, when it's God's time, നാം ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ, when we submit ourselves, ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, when we lift God up, നാം പ്രതീക്ഷിക്കാത്ത സംഭവിക്കും. things unexpected will happen. രാവിലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ദൂത ദൈവാത്മാവിനെ തന്നിട്ടുണ്ട്. Spirit of God has given me a message this morning. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് അല്ല, ബുധനാഴ്ച രാത്രി പരിശുദ്ധാത്മാവോട് സംസാരിച്ചു. I was preparing a different message on Monday and Tuesday. The Spirit of God gave me a different message on Wednesday. അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നൊരു ദൂത് പറയാൻ പോവുകയാണ്. And that is what I'm going to share this വളരെ morning. പരിചയമുള്ള വേദഭാഗം. It is a very familiar verse. എന്നാൽ അതിനകത്ത് ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവ് എനിക്കൊരു ദൂതായിട്ട് തന്നു. But each verse the Spirit of God gave me as a message. More than the words, each and every word God asked me to interpret that by the power of the Holy Spirit. എല്ലാ വാക്കുകളും ആത്മാവിൽ വ്യാഖ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. The Spirit of God enabled me to interpret each and every word. ഇന്ന് രാവിലെ അത് എല്ലാം പറയണമെങ്കിൽ മിനിമം ഒരു 3-4 മണിക്കൂർ വേണം. It will take 3 to 4 hours to explain the whole പരിശുദ്ധാത്മാവോട് thing. ആവശ്യപ്പെടുന്ന മാത്രം ഇന്ന് രാവിലെ സംസാരിക്കാം. I will only say what the Spirit inspires me. Turn with me to Acts chapter 3 verse 1 through 10. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അത് സ്ക്രീനിൽ അങ്ങ് പ്രൊജക്ട് ചെയ്താൽ മതി. ഉള്ള വാക്യങ്ങൾ കുറച്ച് കിട്ടുന്നത് മാത്രം. സ്തോത്രം. അത് വായിക്കണമെന്നില്ല. അതിന് 5, 6, 7 വാക്യം മാത്രം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. Praise God. Words. Amen. Yes. പത്രോസ് അവനോട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ നടക്കാം. Hallelujah. ഇന്ന് രാവിലത്തെ മെസ്സേജ് ഇതാണ്. This is the message this morning. Rise up and walk in Jesus name. Rise up and walk in Jesus name. എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ നടക്കാം. Rise up and walk in Jesus name. ഇത് എങ്ങനെ നടക്കും? How will this happen? യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഇത് സംഭവിക്കുമോ? Will this happen? യേശുവിന്റെ നാമത്തിൽ. In Jesus name. ഇന്ന് രാവിലെ എവിടൊക്കെ യേശുവിന്റെ നാമം ഉയർത്തുവോ, Wherever the name of Jesus is lifted, ദൈവസഭ അതിന് ഇന്ന് രാവിലെ തയ്യാറായാൽ, if we are ready for that as a church, ഇന്ന് രാവിലെ ചിലത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. certain things are going to happen this morning. How many of you believe? എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you believe that? യേശുവിന്റെ നാമം പറഞ്ഞെടുത്ത് അത് നടക്കും. If we use Jesus name, it will ഇന്ന് രാവിലെ happen. നമ്മൾ ആ ദൂത് ഏറ്റെടുക്കാൻ പോകുക. We are going to receive We that will message. speak the power in the name of Jesus and it's going to happen in our life. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പറയും, അത് നടക്കും. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. We say in Jesus name and it will happen for us. 1-ാം നൂറ്റാണ്ടിൽ ഹല്ലേലൂയ ആദിമസഭ പരിശുദ്ധാത്മാവിന്റെ ഉദ്ഘാടനത്തോടെ നടക്കുകയാണ്. And the first century, the first church was inaugurated by the Spirit of God. യേശുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഒരുമിച്ചിരുന്ന ആ ജനത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ, After the ascension of Christ, the Spirit of God came down upon this crowd of അവിടെ ഒരു people. സഭ ഉടലെടുത്തു. And the church was established there. ദൈവം ആ സഭയ്ക്ക് പകർന്നു കൊടുത്ത, അതിലെ ശുശ്രൂഷകർക്ക്
പകർന്നു കൊടുത്ത വിശ്വാസികളുടെ മേൽ വ്യാപരിച്ച ശക്തിയുടെ അളവറ്റ വലുപ്പം എന്താണെന്ന് പൊതുലോകം തിരിച്ചറിഞ്ഞ ആദ്യത്തെ അത്ഭുതം. And that was the first miracle that the world realized the power of the Spirit that came upon the first church. വെള്ളിക്കും പൊന്നിനുമുള്ള പരിമിതികൾക്ക് അപ്പുറത്ത് പൊട്ടിച്ചെറിയുവാൻ കഴിയുന്ന ആത്മാവിന്റെ ശുശ്രൂഷയുടെ അധികാരം ലോകം തിരിച്ചറിഞ്ഞ പകൽക്കാലം. That was the morning when the world realized the power of the Holy Spirit, which is more valuable than silver or gold. ഇന്ന് പകൽക്കാലം നാം അത് അനുഭവിക്കണം. That is what we should experience എന്റെ this മൂന്നാം morning. അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. And the first verse in third chapter. ഞാൻ Acts പറഞ്ഞല്ലോ ഓരോ വാക്കും എനിക്ക് പ്രസംഗിക്കണതിന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. 3. I will only pick and choose from the verses. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് At ചെല്ലുമ്പോൾ one time Peter and John went during the time of prayer into the temple. യഹൂദന്മാരുടെ സമയത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടല്ലോ. You know the times of the Jews. ഇന്നലെ രാത്രിയിലും കുഞ്ഞുങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് കേട്ടല്ലോ. The kids said that last night here. പകൽ 12 മണി നേരവും 12 hours in the morning. രാത്രിയിൽ 4 യാമങ്ങളുമായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. And the 4 different sections in the night. രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് 1 മണി നേരം. The first time is from 6 to 7. ഇനി നിങ്ങൾക്കറിയാം 9 എന്ന് പറയുമ്പോൾ 3 മണി നേരം, And 9 would be the third hour. 12 മണിയാവുമ്പോൾ 6 മണി നേരം, And 12 o'clock is 6th hour. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ 9 മണി നേരം, 3 p.m. would be 9th hour. വൈകിട്ട് 6 മണി എത്തുമ്പോൾ 12 മണി നേരം. And the evening 6 o'clock would be the 12th hour. ഇങ്ങനെയാണ് അവരുടെ പകലത്തെ ക്രമീകരണം. That is how the time is laid out. രാത്രിയാകുമ്പോൾ When it's night. വൈകിട്ട് 6 മുതൽ 9 വരെ 1 യാമം, And the 6 to 9 p.m. is the first hour. 9 മുതൽ 12 വരെ 2 യാമം, 9 p.m. to 12 a.m. is the second hour. പ്രഭാത യാമം എത്തുമ്പോൾ 12 മുതൽ 3 മണി വരെ 3 യാമം, 12 in the early morning to 3 o'clock is the 3 third മുതൽ hour. 6 വരെ 4 യാമം. And 3 in the morning to 6 in the morning is സുവിശേഷങ്ങളിൽ the fourth hour. സുവിശേഷങ്ങളിൽ പല പ്രാവശ്യം ഈ യാമങ്ങളെ കുറിച്ചും അവറുകളെ കുറിച്ചും കാണുന്നുണ്ട്. And you see in the gospel these hours many times repeated. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. Coming back to my topic. 9 മണി നേരത്താണ് പത്രോസും യോഹന്നാനും ഒരുമിച്ച് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് And പോകുന്നത്. here Peter and John are going in the 9th hour to the temple. ദൈവാലയം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണ്. We know the temple is a place of prayer. പകലത്തെ ഉപവാസ പ്രാർത്ഥനയും രാത്രിത്തിലെ കാത്തിരിപ്പോക മാത്രമല്ല, It's not only the prayer during the morning or the tarry meeting at night. യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ആലയം പ്രാർത്ഥനാലയം. Jesus says my house is the house of prayer. അതിന് വിപരീതമായ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് അന്ന് ആദ്യമായി യേശു ചാട്ടവാറെടുത്തത്. When Jesus saw something different, he tried to get rid of those people from the temple. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കെട്ടിടത്തെ കുറിച്ച് മാത്രമല്ല, I'm not talking about this structure നിങ്ങളുടെ of this building. ഭവനമായാലും നിങ്ങൾ കൂടി വരുന്ന സഭാഹോളായാലും വ്യക്തിപരമായ മണ്ഡലമാണെങ്കിലും It could be your house, it could be the church. പ്രാർത്ഥനയ്ക്ക് പകരം എന്തെങ്കിലും നാം പ്രതിഷ്ഠിച്ചാൽ If you put something other than prayer, അതിനെ മറിച്ച് കളയാൻ സ്വർഗത്തിന് ഒരു മടിയില്ല. oh, heaven will try to take that out. അത് എത്ര വിലയുള്ള It മേശയാണെങ്കിലും, could be an expensive table. എത്ര വിലയുള്ള കാളയോ കഴുതയോ ആണാണെങ്കിലും, It could be goats or bulls or cows. എത്ര ഉയരത്തിൽ പറക്കുന്ന പ്രാവുകളാണെങ്കിലും It could be birds flying high in the അതിനെ air. ആട്ടി ഓടിക്കുവാൻ സ്വർഗത്തിന് ഒരു മടിയില്ല. Heaven will remove it if it's against his will. എന്നെ പഠിപ്പിച്ച തിരുവചനം ഇങ്ങനാണ്, This is what the word of God taught me. ആരുടെയെങ്കിലും കയ്യിലെ ഒരു ചാട്ട എടുത്തല്ല യേശു അതിനെ അടിച്ചത്. Jesus did not drive it with somebody else's things. അതെടുത്തല്ല അടിച്ചത്. He didn't use anybody else's whip. സുവിശേഷങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, This is what the gospel says. യേശു ഒരു ചമ്മട്ടി ഉണ്ടാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. He made a whip ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വിരോധമായി against the prayer in the house of God. എന്തെങ്കിലും എഴുന്നേറ്റാൽ If something rises up, അതിനെ ഉടയ്ക്കുന്ന ഒരു ഉപകരണം സ്വർഗത്തിലുണ്ട്. heaven has an instrument to drive it out. 9 മണി നേരത്തിന്റെ പ്രത്യേകത എന്താ? What is the specialty of 9th hour? കാൽവറിയിൽ ഇരുട്ട് മാറിയ സമയമാ 9 മണി നേരം. That was the time when the darkness was removed at Calvary. ലൂക്കോസ് 23:44, Oh, Luke 23:44. മത്തായി 27:46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. Oh, Matthew 27:46 onwards. അവിടെ നാം കാണുന്നുണ്ട് 6 മണി നേരം മുതൽ 9 മണി നേരം ക്രൂശിൽ ഒരു ഇരുട്ടുണ്ടായി. Oh, there was from 6th hour to 9th hour there was darkness. പാപത്തിന്റെ ഭാരം മുഴുവൻ ശിരസിൽ വഹിച്ച് നസ്രായൻ കുരിശിൽ കിടക്കുന്നു. And Jesus is at the cross taking the sins of the whole world. മാനവജാതിയുടെ സകല പാപവും ഭാരവും അനുഭവിക്കുകയാണ്. He is experiencing the pain of the sin of the whole human അത് mankind. ഭൂമിക്ക് കാണാൻ പറ്റത്തില്ല. You cannot watch it with your eyes. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത് വലിയൊരു ഇരുട്ട് ദേശത്തുണ്ടായി. There was a
darkness throughout the whole land. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. And the sun was darkened. ദൈവ ക്രോധത്തിന്റെ അഗ്നിയിൽ വെന്തെരിയുന്ന ഓമനകുമാരൻ. The Son of God being dying in the sin. ഒരു ശബ്ദം മാത്രം പുറത്ത് കേൾക്കാം. There is only one voice that you can hear. അതൊരു പ്രാർത്ഥനയാണ്. That was a prayer. ഏലി ഏലി ലമാ ശബക്താനി. Oh Eli Eli lama എന്റെ sabachthani. ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? Oh my God, why have you forgotten me? ക്രൂശിൽ 4 പ്രാർത്ഥനകളാ ഉള്ളത്. There are 4 prayers on the cross. ഒന്നാമത്തെ പ്രാർത്ഥന, The first prayer, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നൊന്നും അറിയാതെ ഇവരോട് ക്ഷമിക്കണം. Lord forgive them for they don't know what they are doing. ഒന്നാമത്തെ പ്രാർത്ഥന ക്ഷമയുടെ പ്രാർത്ഥന. First prayer is the prayer of forgiveness. രണ്ടാമത്തെ പ്രാർത്ഥന, The second prayer, ഹല്ലേലൂയ ഇവർ ചെയ്യുന്നത് ഇന്നൊന്നും അറിയാതെ. അത് കഴിഞ്ഞ ഉടനെ യേശു പറയുകയാണ് കർത്താവിൽ ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത്. the second prayer, oh Lord, why have you forsaken me? ഇനി നാം കാണുന്നത് ഒരു കള്ളന്റെ പ്രാർത്ഥനയാ. Next we see the prayer of the thief. കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ സ്വീകരിക്കണമേ. Oh Lord, receive me when you come in your kingdom. അവസാനത്തെ പ്രാർത്ഥന, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന സമർപ്പണ പ്രാർത്ഥനയാ. The last prayer is the prayer of submission. Lord, I give my spirit unto your അത് ഞാൻ hands. വെള്ളിയാഴ്ച വേണ്ടി പ്രസംഗിക്കാൻ ഇത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. I'm going to say that later. അപ്പൊ നോക്കുക, ക്രൂശിൽ ഇരുട്ട് വ്യാപരിച്ചു. And there was darkness in the land. മത്തായി 27:51 വായിക്കുമ്പോൾ When we see Matthew 27:41, 9 മണി നേരമായപ്പോൾ ഇരുട്ടങ്ങ് മാറി. after 9th hour, the darkness was removed. എന്താണ് 9 മണി നേരത്തിന്റെ പ്രത്യേകത? What is the specialty of 9th ക്രൂശിൽ hour? നിന്ന് അല്ലല്ല, the darkness was lifted away from the cross at the hour of 9th. 9 മണി നേരം ക്രൂശിലെ ഇരുട്ട് മാറിയ സമയമാ. Darkness was lifted at the 9th hour. ഞാൻ ഈ സമയത്തിന്റെ പ്രത്യേകത അല്ല പറയാൻ പോകുന്നത്. I'm not talking the specialty of the hour itself. സംഭവിച്ച കാര്യങ്ങൾ പറയാം. I'm telling things that happened ഇരുട്ട് that മാറിയ now. ഉടനെ It was as the darkness was removed. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയി. The curtain and the temple was torn from top to the പാപത്തിന്റെ ഇരുട്ട് bottom. എവിടെ മാറുമോ, Wherever the darkness of the sin is gone അന്ധകാരം away, എവിടെ മാറുമോ, wherever the darkness is going അവിടെ away, വേർപാടിന്റെ നടുച്ചുവർ ഇടിഞ്ഞു മാറും. the separation will be demolished in those places. എനിക്ക് ദൈവസന്നിധി ചെല്ലുവാൻ കഴിയാതെ, So that I could not go to God's presence. സ്വർഗ്ഗസിംഹാസനം കാണുവാൻ കഴിയാതെ, I could not see God's kingdom. കൃപയുടെ ദൂതുകൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ, I could not receive the message of എന്നെ grace. അകറ്റി വെച്ചിരുന്ന എല്ലാ മതിലുകളും ചുവരുകളും ഇടിഞ്ഞു മാറുന്നത് ഈ ഇരുട്ട് മാറുമ്പോഴാ. This was the time when the separation will be broken. അവിടെ പാറകൾ പിളർന്നു എന്ന് വായിക്കുന്നു. We saw the rocks are ആരുടെ cleft. മുമ്പിൽ മുട്ടുമടക്കാതെ കീഴടങ്ങാതെ ഉയർന്നു നിൽക്കുന്ന വൻപാറകൾ ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിക്കുന്ന പോലെ ഇരുട്ട് മാറിയപ്പോൾ തകർന്നു മാറി. As soon as the darkness Praise the Lord. was removed, the rocks were strong, rocks were cleft. വീണ്ടും നാം വായിക്കുന്നു കല്ലറകൾ തുറന്നു. And we see the tombs were opened. അടച്ചു വെച്ച് ദുർഗന്ധമാണെന്ന് പറഞ്ഞു മാറ്റിവെച്ച വിഷയങ്ങൾ ഇതാ ജീവനോടെ പുറത്തു വരുന്നു. We see the issues that are putting us in the tombs are coming out. പത്രോസിനും യോഹന്നാനും ഈ സമയത്തിന്റെ വില അറിയാം. And Peter and John knew the importance of the time. കാൽവറിയിൽ പരമയാഗത്തിന്റെ പൂർത്തീകരണം നടന്ന സമയമാ 9 മണി നേരം. That was the time when it was fulfilled at the Calvary. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 9 മണി നേരത്തെ കുറിച്ചല്ല പറയുന്നത്. I'm not preaching about നിങ്ങളുടെ 9 hours. പ്രാർത്ഥനാ സമയം ക്രൂശിനെ ധ്യാനിക്കുന്ന സമയം. When you start praying, you meditate on the cross. ക്രൂശിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ തിരിച്ചറിയണം. You should understand in your prayer what happened at the ഇന്ന് cross. പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനാ സമയം ശക്തിയുള്ളതാ കേട്ടോ. This morning your prayer time is powerful. അത് തിരിച്ചറിഞ്ഞവർക്കായി ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം I ചെയ്യുന്നു. thank God for people who understand the power. You should recognize the power of your prayer anytime you pray. When you kneel down, hallelujah, you are going to become something extraordinary because the power of the cross is dominating upon you. ഇന്ന് പകൽക്കാലം ക്രൂശിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. The power of the cross is coming upon you this morning. Praise the Lord. പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം. When you pray, you should remember ഒരു these പഴയ things. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, Once a song, guys. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗകാന നാട്ടിലാക്കുവാ. ഓ പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. വേഗം വരാം എന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വരാം എന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും. Can you sing one more time? എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ
വേറെയില്ലൊന്നും യേശു മാത്രം. ക്രൂശിനെ ധ്യാനിച്ചു വേണം പ്രാർത്ഥിക്കുവാൻ. When we pray, എന്റെ we should പാപം മാറി, when we pray, we should എന്റെ meditate ശാപം on God. മാറി, Praise God. മൃത്യുവിന്മേൽ ജയം തന്നു. He gave me victory ഈ over death. പ്രയർ ടൈമിന്റെ ശക്തി ഇവർക്ക് അറിയാമായിരുന്നു. And they understood the power of the prayer time. അങ്ങനെ അവർ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ And when they are walking to the temple, ആയിരിക്കുന്ന ഇവിടെ ഒരു മുടന്തൻ. they see a crippled ഞാൻ man. ഇന്ന് രാവിലെ പറയുന്നത് ശാരീരിക മുടന്തിനെ കുറിച്ചല്ല, I'm not talking of the physical crippledness. നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതയെ കുറിച്ചല്ല, I'm not talking of the physical weakness in അതും your body. ഇതിനകത്തുണ്ടെന്ന് മാത്രം. That is included as part of പല this. മണ്ഡലത്തിലും മുന്നേറാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് മുടന്തെന്ന് പറയുന്നത്. The crippledness is a situation where you cannot advance in many areas of your How many life. of you know that we all are crippled in one or other ways? Praise the Lord. നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ആരാ? We are crippled in one or other ways. ഒരാൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. Other people, what they do, we cannot You do it. are crippled in that way. You are crippled in that area. ഒരാൾ പറയുന്ന പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. You might not able to talk like other person. You are crippled in that area. You are crippled in that area. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മൾ മുടന്തരാ. We are crippled in some areas. അതിനെ അതിജീവിക്കുന്ന ഒരു കൃപയെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ I'm പോകുന്നത്. talking about the grace that will help you to overcome that. നമ്മുടെ നാട്ടിലൊരു പറച്ചിൽ തന്നെ ഉണ്ട്, മുടന്തം ന്യായം എന്നൊക്കെ, ലെയിം എക്സ്ക്യൂസ്. We say lame excuse. കാരണമില്ലാത്ത കാര്യത്തിന് ഒരു എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. We give a lame excuse for many things. എന്താ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കും, എന്താ വരാഞ്ഞത്? Ask the kids going to school, why didn't you അമ്മയ്ക്ക് come? സുഖമില്ലാഞ്ഞോണ്ടാ Oh, വരാഞ്ഞത്. because my mom was sick. അപ്പോഴും അമ്മ ജോലിക്ക് പോയിരിക്കുക. Then the mom is at work. അപ്പൊ അവസാനം സാറന്മാരും ടീച്ചർമാരും സഹിയിട്ട് ചോദിക്കും, And then the teachers will ask again, എന്റെ കുഞ്ഞ് ഒരു വർഷം നിന്റെ അമ്മയ്ക്ക് എത്ര നാളാ സുഖമില്ല how many times a year will your mom be sick? എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ അവസ്ഥകള്. This is how we are also. We are making lot of lame excuses. We use lame excuses. എന്താ പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞത്? Why didn't you come to church? ഒരു കാരണം ഉണ്ടായിരിക്കണം. We have a reason. സ്വർഗത്തിൽ പോകുമ്പോൾ തന്നെ ചോദിക്കും. When you go to heaven, same thing. അല്ല, കർത്താവ് ചോദിക്കും പലതും. God will ask you പോയില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, if not, the people will ask you, എന്താ പോവാഞ്ഞേ? why didn't you go? പോയില്ലെന്നേ ഉള്ളേ. Oh, I didn't just go. ഒരു കാരണം പറയണം പോവാഞ്ഞേന്. You have to have a അറ്റ്ലീസ്റ്റ് reason. അതെങ്കിലും കണ്ടുപിടിച്ച് വെച്ചേക്കണം At നമ്മൾ. least find out your reason. എന്തുകൊണ്ട് സ്വർഗത്തിൽ പോയില്ലെന്ന് പറയുവാൻ. If you say, why didn't you go to നരകത്തിൽ heaven? ചെല്ലുമ്പോഴും പിശാച് ചോദിക്കും, The enemy will ask you, ഇത്രയൊക്കെ പാട്ട് പാടിയിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നു? oh, you came, you sang so many, why didn't you come? Why didn't ഇവിടെ you ഇതിന് come here? പരിപാടിക്കാണ് വന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. Praise God. Hallelujah. അതുകൊണ്ട് ഇന്ന് രാവിലെ നാം ഒരു കാര്യം അറിയണം. We should understand നാം one ഒരു thing. തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുടന്തരാണ്. We are crippled in some areas. 3 രീതിയിലാണ് നിങ്ങൾ മുടന്തരാകുന്നത്. We are crippled in 3 different ways. ഒന്ന്, നിങ്ങൾക്ക് ജന്മനാൽ മുടന്തരാകാം. First, you are crippled at birth. ജന്മ വൈകല്യം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. When we are born, we have some kind of crippleness. എല്ലാവരും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. Not everybody is same. ആർക്കെങ്കിലും ഒക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കൂടപ്പുറപ്പായി കാണും. We have some weakness, some drawbacks in our life. മോശയ്ക്ക് വിക്കൊരു മുടന്തായിരുന്നു. Oh, Moses had stammering as his problem. സക്കായിക്ക് പൊക്കക്കുറവ് ഒരു മുടന്തായിരുന്നു. Zacchaeus was a short person. പക്ഷെ ജീവിതകാലത്ത് ഒരിക്കലും മോശ വിക്കുള്ളവനാന്ന് ലോകം പറയാതെ വണ്ണം അതിനെ പൊതിഞ്ഞൊരു കൃപ ദൈവം കൊടുത്തു. God gave Moses a grace that people would not complain against him. എനിക്കൊരു കാര്യം മനസ്സിലായി. I understood one thing. അവന് കൃപ കൊടുത്തു കഴിഞ്ഞപ്പോൾ Once Moses was given the grace, കൃപയില്ലാതെ 100 വാക്ക് വിക്കില്ലാത്ത നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ be better than saying all these complaining words with your mouth. ആ കൃപയുള്ള അല്ലെങ്കിൽ നാവ് കൊണ്ട് വിക്കുണ്ടെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ അവിടെ അത്ഭുതം നടക്കും. Oh, with the grace of God, if you say 2 words, miracles will happen. അവന്റെ നാക്കിലും കൃപ വ്യാപരിച്ചു. Oh, his mouth, his tongue was ജനം given കണ്ടു grace. അവന്റെ ത്വക്ക് പ്രകാശിക്കുന്നത്. People saw his face shining. അവന്റെ മുഖം പ്രകാശിച്ചതിന്റെ അർത്ഥം കണ്ണിൽ ആ വെളിച്ചം ഉണ്ടായിരുന്നു. Oh, because he had that shining in his eyes. അതുകൊണ്ട് 120-ാമത്തെ വയസ്സിലും കണ്ണു മങ്ങിയില്ല. Oh, because even his death he was still seeing അവന്റെ well. കയ്യിൽ അഭിഷേകം ഉണ്ടായിരുന്നു. He had anointing in his അതുകൊണ്ട് hands. ചെങ്കടലിൽ മാറാൻ മടിയുണ്ടായില്ല. Therefore the Red Sea was split അവന്റെ apart. ചെവിയിൽ ദൈവശബ്ദം കേൾക്കുവാൻ മടിയുണ്ടായില്ല. We heard the voice of God in his അവന്റെ ears. നാക്കുകൊണ്ട് എന്തൊക്കെ വിക്കി വിക്കി പറഞ്ഞോ അതൊക്കെ ഒരു അത്ഭുതമായി മരുഭൂമി കണ്ടു. Whatever he said with his mouth turned into miracles. ഇന്ന് പകൽക്കാലം നമ്മുടെ ശൂന്യതകളൊക്കെ ദൈവം ഒന്ന് കൃപ കൊണ്ട് പൊതിയട്ടെ. God will cover your emptiness with his grace. ആരും പരാതി പറഞ്ഞിരിക്കല്ലേ. Oh, don't be complaining. അവരെ പോലെ എനിക്ക് കഴിവില്ല. Oh, I cannot do like that അതുപോലെ person. നമുക്ക് കേട്ടുള്ള വിദ്യാഭ്യാസം കുറവാ. Oh, I don't have enough എനിക്ക് എന്നെ education. നല്ല കാലത്ത് പഠിക്കാൻ പറ്റിയില്ല. I could not study well. ആലോചിച്ചിട്ട് എന്തോ ഗുണവാ. Oh, what is the point? വേണമെങ്കിൽ കറസ്പോണ്ടൻസ് കൊടുത്ത് എഴുതിയെടുത്തോ. Maybe you can have some more education. അല്ലെങ്കിൽ കാശ് കൊടുത്തൊരു ഹോണറി ഡോക്ടറേറ്റ് വാങ്ങിച്ച് കൈവച്ചോ. You can have a honorary doctorate with some money. അല്ലാതെ ഇനി പഴയതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. Don't complain over your പക്ഷെ past. ഇന്ന് പകൽക്കാലം അതിനെ പൊതിയുന്നൊരു കൃപ തരാൻ പോകുക. God is going to give you a grace to cover that. സക്കായി നീ എത്ര ജിമ്മിൽ പോയാലും നിനക്ക് പൊക്കം കൂടാൻ പോകുന്നില്ല. Oh, Zacchaeus, you will not grow പക്ഷെ taller നിന്റെ more than this. വീടിന്റെ പേര് ഞാൻ മാറ്റും. But I will turn the name of your house. അബ്രഹാമിന്റെ മകനെന്ന്
എഴുതി വെക്കാൻ I പോകുക. will say, you are the son of നിന്റെ Abraham. വിക്ക് മാറിയില്ല എന്താ, നിന്റെ പൊക്കം കൂടിയില്ല എന്താ, നിന്റെ വീട്ടുപേര് മാറ്റിയില്ലേ? I am going to Praise the Lord. change the name of your house. ഹത്തുരാധികന. നിന്റെ Hallelujah. അവസ്ഥ മാറ്റത്തക്കവണ്ണം ഇന്ന് രാവിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has a plan to change your situation. ഇന്ന് രാവിലെ നിന്റെ മുടന്തുകളിലേക്ക്, നിന്റെ ന്യൂനതകളിലേക്ക് അത്യുന്നതിന്റെ കൃപ ഇറങ്ങി വരട്ടെ. God has a plan to put power in your crippledness. നിന്റെ ശൂന്യതകളിലേക്ക് ദൈവം ഇറങ്ങി വരട്ടെ. God is coming down into your emptiness. സാഹചര്യങ്ങളാലുള്ള നിന്റെ മുടന്തുകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകണം. The crippledness because of your situation should go away. വീട്ടിൽ നിനക്ക് വലിയ സന്തോഷമാ. You are happy at home. സ്നേഹിക്കുന്ന ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, You have loving children and your കുടുംബ wife. പ്രാർത്ഥനകൾ, ആരാധന, സന്തോഷം, You have happiness and joy and worship at തിളങ്ങുന്ന home. ആത്മീയ അനുഭവങ്ങൾ. You have great spiritual experience. പുറത്തിറങ്ങുമ്പോൾ മുതൽ But when you go outside, നിന്നെ വേദനിപ്പിക്കുന്ന ജോലി മണ്ഡലങ്ങൾ, oh, your workplace is നിന്നെ തകർക്കുന്ന torturing. ബിസിനസ് മണ്ഡലങ്ങൾ, Your workplace is torturing. നിനക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ആത്മീയ, ഭൗതിക, ശാരീരിക അല്ല മണ്ഡലങ്ങൾ, But there are situations in your life pointing fingers at you. ഇന്ന് പകൽക്കാലം പലപ്പോഴും നീ ആ മണ്ഡലത്തിൽ മുടന്തരായിരിക്കുക. You are crippled in those areas. അല്ല തിരിച്ചാണെങ്കിൽ നോക്കട്ടെ, പുറത്ത് നല്ല സന്തോഷമാ, Or maybe you are happy outside. നല്ല ശക്തിയുണ്ട്, നല്ല കൃപയുണ്ട്, നല്ല ജോലി, നല്ല നന്മയുണ്ട്. So you are good, you have good job, good business. കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നീ പ്രയോജനമുള്ളവനാ. You are useful to your friends and your പക്ഷെ house. വീട്ടിനകത്ത് വന്ന് കയറുമ്പോൾ When you come to your house, ഒരു നരകം പോലെ നിനക്ക് തോന്നാറുണ്ട്. feel it's like a hell. അതൊരു സാഹചര്യത്തിന്റെ മുടന്താ. That is your situation. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, Let me tell you in the spirit, അതിനെ പൊതിയുന്ന ഒരു കൃപ നിനക്ക് തരാൻ പോകുക. God is going to give you a grace to cover that. ഇതാ വഴിവെക്കെ ഒരു മനുഷ്യൻ കിടക്കുന്നു. Here is a person crippled. വളരെ പ്രതീക്ഷയോടെ യെരുശലേമിൽ നിന്ന് യാത്ര ചെയ്യുക. He is traveling from Jerusalem. എങ്ങനെങ്കിലും എനിക്ക് എരിഹോവിലെത്തണം. Somehow I have to reach Jericho. ധാരാളം പണം കയ്യിലുണ്ട്. He has enough money in his hands. വാഹന മൃഗത്തിൽ യാത്ര ചെയ്യുക. And he is traveling. അവൻ എങ്ങനെ സഞ്ചരിച്ചു പോരുമ്പോൾ And as he is traveling, പെട്ടെന്ന് കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. the robbers are coming. അവന് ഭക്ഷണം നഷ്ടപ്പെട്ടു, വസ്ത്രം നഷ്ടപ്പെട്ടു, അർത്ഥപ്രാണനായി, പണം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. He lost everything including his own clothes. ഇതാ ഒരു ശമരിയക്കാരൻ വരുന്നു. Then a good Samaritan ഞാൻ is പറഞ്ഞു coming. തരുന്ന ദൂത് മനസ്സിലാക്കുക. This is the message. അവന്റെ മുറിവിലേക്ക് Oh, to his wounds, ഏതെല്ലാം മുറിവുണ്ടോ, whatever wounds he had, എണ്ണയും വീഞ്ഞും അന്ന് പകൽ പകരപ്പെട്ടു. he poured wine and oil on those wounds. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, Let me ask you നിന്റെ this morning. പോരായ്മകളിലേക്ക് സ്വർഗ്ഗം ഒരു കൃപ പകർന്നാ പോരെ? Heaven is going to pour grace on your emptiness. നിന്റെ മുറിവ് എത്ര ആഴമുള്ളതാണോ Maybe your wounds are very deep. അത്ര എണ്ണ ദൈവം ഒഴിക്കാൻ പോവുക. Heaven is going to pour as much നിന്റെ oil. വേദനയ്ക്ക് എത്ര ആഴമുണ്ടോ Depth of your pain. അത്രയും വീഞ്ഞ് ദൈവം പകരും. That much wine heaven is going to pour. നിങ്ങൾ ചോദിക്കാറില്ലേ, Don't you ask? നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് തോന്നാറില്ലേ, Sometimes you think with you in എന്താ yourself. ചിലർക്ക് ഇത്ര അഭിഷേകം, Why some people have so much എന്താ anointing? ചിലർക്ക് ഇത്ര നന്മ, Why some people are so എന്താ much ചിലർക്ക് blessed? ഇത്ര ഉത്സാഹം, Why so much people have so എന്താ much ചിലർക്ക് zeal? ഇത്ര എരിവ്. Some people are so much അവരുടെ enthusiastic. മുറിവ് അത്ര വലുതായിരുന്നു, Because their pain and the wound was that അവരുടെ deep. വേദന അത്ര ആഴമുള്ളതായിരുന്നു. Because their pain was that much deep. അത്രയും അളവിലാ സ്വർഗ്ഗം എണ്ണ പകർന്നത്. And heaven has poured that much anointing on them. നിന്റെ വേദനയെ അറിയാത്ത കൃപ പകരുന്നതിനാൽ സ്തോത്രം. Oh, thank heaven for the grace that is poured നിന്റെ upon you. ബലഹീനതകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. Thank heaven for the power that is coming in your weakness. പൗലോസ്, നിന്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട്. Oh, Paul, there is a thorn in your flesh. എനിക്കറിയത്തില്ല അത് എന്ത് മുള്ളാണെന്ന്. I don't know what kind of thorn it was. പക്ഷെ അത് മുള്ളെന്ന് പറയുന്നത് കൊണ്ട് Because you are saying it's a ഞാൻ thorn, അതിനെ ഒരു ഷാർപ്പൻഡ് വസ്തുവായി കാണുകയാ. I see it as a sharpened object. അത് സിക്നസോ വീക്ക്നെസ്സോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, Could be a sickness or weakness. എപ്പോഴും നിന്നെ കുത്തുന്ന ആ ബഫറ്റ് മുള്ള് That thorn is pricking you all the time. സ്വർഗം പറഞ്ഞു, Heaven is saying, ഞാനൊരു കാര്യം ചെയ്യാൻ പോകുക, I am going to do one thing. അതിന്റെ മുനയുള്ള വശത്ത് കൃപ വച്ച് കെട്ടാൻ പോകുക. I am going to cover that thorn with grace. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയട്ടെ, This morning, let me tell you in this നാളുകൾ minute, ദിവസങ്ങൾ നിന്നെ മുടന്തരാക്കി ആ മുനയുള്ള വശത്ത് the crippleness that made you lame. നിന്നെ ആശ്വസിപ്പിക്കുന്ന കൃപ പകർന്ന് ദൈവം പൊതിയാൻ പോകുക. Heaven is going to console you with grace. ഇന്ന് പകൽക്കാലം ചിലതിനൊക്കെ കൃപ പകർന്ന്, ചിലതിനൊക്കെ കൃപ പകർന്ന് പഴയ മുടന്തുകൾ മറക്കുന്ന, പഴയ മുള്ളുകൾ മറക്കുന്ന, പഴയതിന്റെ സാക്ഷ്യം പോലും ഇല്ലാത്ത ഒരു പുത്തൻ ഉണർവ് ഇന്ന് പകൽ സ്വർഗം പകരട്ടെ. Heaven is pouring a new grace upon your life, your situation this morning. ഹല്ലേലൂയ. Hallelujah. രണ്ടാമത്തെ മുടന്ത്, The second crippleness. എനിക്ക് നിങ്ങളെ മുടന്തരാക്കാം, I can make you cripple. നിങ്ങൾക്ക് എന്നെ മുടന്തരാക്കാം. You can make me cripple. രണ്ട് ശമൂവേലിന്റെ പുസ്തകം 2 Samuel 4-ാം അധ്യായം chapter 4 4-ാം വാക്യം. verse 4. ഒരു സഹോദരൻ ഒരു സഹോദരിയെ, ഭർത്താവിന് ഭാര്യയെ, സഭക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുടന്തരാക്കാം. Praise God. യോന വാക്യം ഒന്നും എടുക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു, വാക്യം പറയാൻ വേണ്ടി പറഞ്ഞ Acts chapter 3 verse 1 through. അല്ല ഇവിടെ കാണുന്നതല്ല
ശൗലും യോനാഥാനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ And as soon as Saul and Jonathan were killed in the war, when he heard that, ഒരു ധാത്രി അല്ലെങ്കിൽ ഒരു ദാസി യോനാഥാന്റെ 5 വയസ്സുള്ള മകനെ എടുത്തോണ്ട് ഓടുക. and one servant woman is taking Jonathan's 5-year-old son and running away. 5 വയസ്സുള്ള കൊച്ചിനെ എടുത്തോണ്ട് ഓടി നോക്ക്, നിങ്ങൾ വിവരം അറിയും. Try to carry a 5-year-old and start running. ചുമട്ടുകാരുമാണ് എടുത്തോണ്ട് നടക്കാൻ. It will be hard. ഇവള് ഇതിനെ എടുത്തോണ്ട് ഓടുകയാണ്. And she is carrying the child and running. പോകുന്ന വഴിക്ക് കയ്യിൽ നിന്ന് താഴെ പോയി ചെറുക്കന്റെ 2 കാലും മുടന്തായി പോയി. And while running, the kid fell down and broke both his legs. അവന്റെ പേര് മെഫിമോശത്ത് എന്നാ. His name is നമ്മുടെ Mephibosheth. ഭാഷ പറഞ്ഞ കൈത്താങ്ങൽ കൊടുക്കാൻ വന്നത് ഇപ്പൊ വെച്ച് അല്ലെങ്കിൽ അറിയാലോ, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് സഹായിക്കാൻ വന്നവരൊക്കെ ഉപദ്രവിക്കുന്നത്. Now people who came to help, they are torturing. എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞവരാ, They said, take and run. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരാ. They said, we will be with പക്ഷെ you. നിന്നെ നിന്നെ മുടന്തുള്ളവളാക്കി മുടന്തനാക്കി മാറ്റിയിരുത്തും. But I will make you crippled. ജീവിതകാലം മുഴുവൻ Throughout his life, അവൻ he മുടന്തനായിരുന്നു. was crippled. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തുകൊള്ളണം, Remember one thing this morning. നാം അന്യോന്യം മറ്റുള്ളവരെ മുടന്തരാക്കരുത്. We should not make other people crippled. പലരും എങ്ങനാ മുടന്തരാക്കുന്നത്? Why are you making others crippled? എങ്ങനാ മുടന്തരാക്കുന്നത്? How will you make them crippled? നിനക്ക് പ്രാപ്തിയില്ല, Oh, you are not നീ capable. നിനക്ക് കഴിവില്ല, You don't have any നീ talent. ശരിയാകത്തില്ല. You will not become ഒരു well. 10 പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു നിന്നെ ഇരിപ്പിലാക്കും. Oh, you will tell them over and over again. പിശാച് വന്ന് പുറകെ നിൽക്കും. An enemy is behind you. എന്താ പറയുന്നറിയാമോ? You know what he is നിന്റെ saying? പാപം ക്ഷമിച്ചിട്ടില്ല, Oh, your sins are not നീ ആ forgiven. പഴയ വ്യക്തി തന്നെ, You are the old നീ person. പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. There is no point, no good in പിശാച് your നിന്നെ life. മുടന്താക്കി മാറ്റി നിർത്തും. Enemy will make you crippled. ഇന്ന് പകൽക്കാലം സാഹചര്യങ്ങളുടെ മുടന്തുകളെല്ലാം നാം ജയിക്കണം. This morning we should overcome situational അങ്ങനെ crippleness. ലോകം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ, When the world says like that പിശാച് about you, നിങ്ങളെ മുടന്തുള്ളവരാക്കുമ്പോൾ, when the enemy tries to make you crippled, രക്തം ജയം പറഞ്ഞ് ജയം you എടുക്കണം. should have victory in the blood കൃപ of Jesus. കൃപ കൃപ എന്നാർത്തുകൊണ്ട് You should shout grace, grace, ഇന്ന് grace. പകൽക്കാലം ഓടി ജയിക്കുവാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. God wants some people to run and get victory. പിശാച് നീ അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞോ, Oh, enemy, you can say whatever you want. ഇതിനപ്പുറത്ത് നീ ഒന്നും പറയത്തില്ലല്ലോ. You will not say beyond എനിക്കൊരു anything. വലിയ യാത്ര മുന്നിലുണ്ട്. I have a long journey before me. ഇസബേല് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് എന്തും പറയട്ടെ. Oh, let Jezebel say anything in the palace. ഒരു പകൽക്കാലം നീ മരുഭൂമിയിൽ കടന്നു വന്നേക്കാം. Maybe you will have to spend one day in the പക്ഷെ desert. 40 ദിവസം നീ ഓടാൻ പോകുക. But you are going to run for 40 long ഒരു days. ദിവസം നിന്നെ കിടപ്പിലാക്കിയതിനോട്, Maybe he will make you sick one ഒരു day. ദിവസം നിന്നെ തളർത്തിയ വിഷയത്തെ Maybe he will make you weak ഇന്ന് one day. പകൽക്കാലം നീ വെല്ലുവിളിച്ചുകൊണ്ട് But this morning you challenge the enemy. നിന്നെ മുടന്താക്കിയ ഒരു ദിവസത്തെ മറന്നാട്ട്, Oh, forget that one day. ഒരു ദിവസത്തെ മറന്നാട്ട് Forget that one day of crippledness. ഇന്നും നിന്റെ മുമ്പിൽ ആ ചൂരച്ചെടി ഒരു ഭീഷണിയായി നിൽക്കുക. Oh, that plant, juniper tree, is threatening you today. അത് നീ ജീവിതത്തിൽ തളർന്ന ഒരു പകലം. That was just one day of failure. പക്ഷെ 40 പകൽ ഓടിയത് ഓർമ്മയുണ്ടോ? But remember, you ran for 40 days. സ്വർഗീയ രഥങ്ങളിൽ യാത്ര ചെയ്തത് ഓർമ്മയുണ്ടോ? Remember, you traveled in heavenly chariots. അഗ്നി അശ്വങ്ങൾ നിനക്ക് വേണ്ടി വന്നത് ഓർമ്മയുണ്ടോ? Remember how heavenly horses came ഇന്ന് down for you. പകൽക്കാലം ഹല്ലേലൂയ, ലോകം നിന്നെ മുടന്താക്കുമ്പോൾ When the world is trying to make you crippled, സ്വർഗം നിന്നെ കുതിച്ചെഴുന്നേൽപ്പിക്കും. heaven is trying to raise you up. സ്വർഗം നിന്നെ കൈ ഉയർത്തെഴുന്നേൽപ്പിക്കും. Heaven is trying to raise you up. കരങ്ങൾ അടിച്ച് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചാട്ട്. Let us clap hands and worship God. ഒരു പ്രസംഗം പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm not standing here for a message of അത് നമുക്കൊരു preaching. സെമിനാറിന് പ്രസംഗം കേൾക്കാം. You could go to seminar for നമുക്കത് message. കോൺഫറൻസിന് പ്രസംഗം കേൾക്കാം. You could go to conferences ഇന്ന് for പകൽ messages. ആത്മദൂതിനാൽ ചിലർ ആത്മാവിൽ കുതിച്ചെഴുന്നേൽക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ട്. The Spirit of God has a plan that some of you should rise up. ഇന്ന് പകൽക്കാലം കൃപ കൃപ എന്ന് പറഞ്ഞൊന്ന് മുടന്ന് ജയിക്കാമോ? If you can say grace and claim victory. മൂന്നാമത്തെ മുടന്ത്, What is the third crippledness? സ്വർഗം നിന്നെ മുടന്താക്കും. Heaven will make you crippled. സ്വർഗം നിന്നെ തൊട്ട് മുടന്താക്കും. Heaven can touch you and make you crippled. 32-31 വാക്യം. Genesis 32:31. യാക്കോബിനെ യാബോക്ക് കടവിൽ സ്വർഗം തൊട്ട് അവന്റെ കാല് ഉളുക്കി അവൻ മുടന്തി നടന്നു. Oh, heaven touched Jacob on his leg and he was crippled. എന്റെ സ്വയം തീരുമാനങ്ങളെ, My self decisions. എന്റെ വെല്ലുവിളികളെ, Oh, my self എന്റെ challenges. കുടിയിരിക്കുന്ന അഹങ്കാരങ്ങളെ, The pride inside ഞാൻ me. ആരോ ആണെന്നുള്ള എന്റെ തോന്നലുകളെ, Oh, my feeling that I am somebody. അതിനൊരു അവസാനം ഇടുവാൻ It has to be for having a full stop. എന്നെ തൊടുന്ന ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. I see the God who touches me. ജീവിതയാത്രയെ മുടക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. I know the God who can stop me. നന്മയുടെ വഴി അടയ്ക്കുന്ന ദൈവത്തെ ഞാൻ രുചിച്ചിട്ടുണ്ട്. I know the God who can stop my blessings. ദൈവം നിന്നെ തൊട്ട് മുടന്താക്കും. Even God can touch നീ you and എവിടെ make. തൊട്ടാൽ അവന്റെ വഴിയിൽ വരുമെന്ന്. Oh, he knows where he can touch you. നിന്നെ എവിടെ തൊട്ടാൽ നീ അവന്റെ വഴിയിൽ വരുമെന്ന്. He knows where he can touch
touch you. ദൈവത്തിന് നന്നായിട്ട് അറിയാം. God knows very well. നിന്റെ തലമുറയോ കുടുംബത്തെയോ സഭയോ ദേശത്തെയോ നന്മയോ ഒക്കെ തൊട്ട് നിന്നെ ദൈവബദലാക്കിയവൻ മാറ്റും. He will touch your family, your children, your church to bring you back to God. ദൈവം തൊടുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആകുന്നത്. ചിലപ്പോൾ We are like this because God is touching us. അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് 500 മൈൽ സ്പീഡിൽ ഓടിയവൻ, And he has received the blessing from his father and running fast. സഹോദരന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങി മൈലുകൾ വേഗത്തിൽ ഓടിച്ചോടിയവൻ, He stole the birthright from his elder brother and is running fast. ആട് ബിസിനസ്സിൽ 10ലധികം ലാഭമുണ്ടാക്കി അമ്മാവിയപ്പന്റെ വീട്ടിൽ നിന്ന് ഓടിയവൻ, Oh, he ran from his uncle's house stealing everything he could. അവന് എല്ലാ ലാഭവും എല്ലായിടത്തും ഉണ്ട്. He stole all profits. പക്ഷെ പെനിയേലിൽ അന്ന് രാവിലെ അവന്റെ നടപ്പ് കണ്ടോ? But that day, that morning in Peniel, can you watch him? He cannot never ever walk as he walked before. He is having a changed walking. ഇനി എത്ര അനുഗ്രഹം തലയിലുണ്ടെങ്കിലും ഓടാൻ പറ്റത്തില്ല. You might have a lot of blessing on your head. പെനിയേൽ മുതൽ യാക്കോബ് മുടന്തി നടന്നു. From Peniel onwards, Jacob started limping. ഇന്നലെ രാത്രി ഞാൻ ഈ വിഷയം എന്റെ മനസ്സിൽ ദൈവാത്മ തന്നപ്പോൾ This is what the Spirit of God gave me last ദൈവം എന്നോട് night. ഇങ്ങനെ പറഞ്ഞു, This is what God told me. നീ അവനെ ചിലപ്പോൾ മുടന്തനെന്ന് വിളിക്കും. Maybe you will call Jacob crippled man. പക്ഷെ ഞാൻ നിന്നോട് ദൂത് പറയാൻ പോകുകയാണ്. I'm going to tell you ഒരു something. പ്രഭുവാ പോകുന്നത്. He is a prince. ഒരു പ്രഭുവാ പോകുന്നത്. He is a prince. ഒരു അമേരിക്കൻ പ്രസിഡന്റോ Is an American president ഒരു ഇംഗ്ലണ്ടിന്റെ രാജ്ഞിക്കോ or the Queen of England. ഫിസിക്കലി ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ If they have a weakness, ആരും അതും പറഞ്ഞു നടക്കത്തില്ല. nobody will അവരുടെ proclaim കഴിവുകളെ this. നോക്കത്തുള്ളു. They will overlook that. ദൈവം ഇന്ന് രാവിലെ തെളിയിക്കാൻ പോകുക. God is going to show that. മുടന്തി പോകുന്ന യാക്കോബ് Jacob is limping and walking. അവന്റെ സാക്ഷ്യം തന്നെ കേട്ടോണം. You should listen to his testimony. ഇന്നലെ വരെ ഓട്ടമായിരുന്നു. Or till yesterday he was running. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് പറയുക, No, he is sitting in എന്റെ Pharaoh's പരദേശ പ്രയാണം 140 വർഷം. I lived for the pilgrim life. പ്രയാണം എന്ന് 140 പറഞ്ഞാൽ ഇങ്ങനെ years. തമ്പടിച്ച് പതുക്കെ പോകുന്ന ഒരു മണ്ഡലമാ. Oh, your Pilgrimage, pilgrimage is walking slowly. കണ്ട് അനുഭവിച്ചു പോകുക. You are walking slowly and experiencing ഒരു things. പ്രഭുവായി പോകുന്നേ. And now he is walking നീ as അവന്റെ a prince. കാലിന്റെ ശക്തി ഒന്നും നോക്കണ്ട കേട്ടോ. So don't look at that power of അവന്റെ strength. കൈയുടെ കരുത്തൊന്നും നോക്കണ്ട. Don't look at the strength of his അവന്റെ arms. നാക്കിന്റെ ഫ്ലുവൻസി ഒന്നും നോക്കണ്ട. Don't look at the fluency of his tongue. എന്റെ കൈ അവന്റെ മേൽ ഇരിക്കുന്നുണ്ട്. Because my hand is upon him. അതിന്റെ പേര് അനുഗ്രഹം. That is called blessing. രണ്ട്, ഒരു ഗോത്ര തലവനാ പോകുന്നത്. He is the head of a tribes. ഒരു രാഷ്ട്രമാ അത് പോകുന്നത്. Oh, that is a nation walking. സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാ പോകുന്നത്. It is a rock that is heavy for the nations. കാലം നിന്റെ മുടന്തിനായി സ്തോത്രം പറഞ്ഞാട്ട്. Thank God for the crippledness you have. മുടന്തിനായി സ്തോത്രം പറഞ്ഞാട്ട്. Thank God for the crippledness you have. രാവിലെ നാം കേട്ടല്ലോ, യോസഫിന് സ്തോത്രം പറയാൻ 100 വഴിയുണ്ട്. Joseph had many things to praise God for. എന്നെ വിറ്റതിനായി സ്തോത്രം. Oh, thank God for selling me. എന്നെ ഒറ്റിക്കൊടുത്തതിനാൽ സ്തോത്രം. Thank God for എന്നെ betraying me. തള്ളിയിട്ടതിനാൽ സ്തോത്രം. Thank for selling me. ആരും തള്ളിയിട്ടാലും ഉന്തിക്കളഞ്ഞാലും വീഴ്ത്തുവാൻ കഴിയാത്ത ദൈവം എന്റെ കൂടെ. Because my God is with me in all these troubles. ഇന്ന് പകൽക്കാലം ഏത് മണ്ഡലത്തിലെ മുടന്താണെങ്കിലും Whatever crippledness you have, ഇന്ന് രാവിലെ നമുക്ക് ജയിച്ചു കയറണം. we need to have victory. സമയം പോയാലോ, അല്ലെങ്കിൽ മൂന്നാം അധ്യായത്തിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to the next verse, ഈ മുടന്തനെ ചുമന്നുകൊണ്ട് ആൾക്കാർ വരുന്നത്. oh, people are carrying this person. Verse 2 അല്ലല്ലേ, ഇവനെ ദൈനംദിനം ദേവാലയത്തിൽ ചുമന്നുകൊണ്ട് ഇരുത്താറുണ്ടായിരുന്നു. People would carry him and bring him to the gate of the temple. ചുമക്കണം എന്നാലേ വരത്തുള്ളൂ. He will have to be carried every day. അവനെ പോകുന്നില്ലയോടാ, Oh, will you not be going to temple? ചർച്ചിൽ പോകുന്നില്ലയോ? Are you not going to temple? സഭായത്തിന് പോകണമെന്നേ. Oh, you have to go to church. ഒന്ന് ചുമക്കണം, അല്ലെങ്കിൽ നാട്ടിൽ പറയും ചുമക്കണം എന്ന് പറയും. ഡാഡി മമ്മിയൊക്കെ വെക്കുമ്പോഴേ പിള്ളേർ എഴുന്നേക്കത്തുള്ളൂ. Oh, you have to somehow encourage them to go to church every time. അല്ല പോകത്തില്ലെന്നേ. Or else they would not go. ആയിട്ട് ബുധനാഴ്ചയില്ല, നമുക്ക് പോകണ്ടേ Oh, this is a Wednesday prayer, let's go. എന്നൊക്കെ പറയുന്ന പോലെ This is how he says. നമ്മൾ ഉത്സാഹിക്കണം. We have to encourage ഇവനെ them. ചുമന്നോണ്ട് കൊണ്ടിരുത്തും. He has to be carried every time. എന്നിട്ട് ഭിക്ഷ യാചിക്കും. Then he would ask for, he would beg. കുറച്ച് നാണയത്തൊട്ട് കിട്ടും. തിരിച്ച് ചുമട്ടുകാർ തിരിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോകും. And he will receive some alms and they will carry him back. നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ വരുന്നത്. Many times our life is the same way. അല്ലല്ലേ, വരും We come here, നാണയത്തൊട്ടുകൾ പോലെ. like we sit here. ഒരു പ്രസംഗത്തിന്റെ 2 വാക്ക് എവിടെങ്കിലും കിട്ടും. Oh, we'll receive some word. നല്ലൊരു പാട്ട്, And then we'll hear the song. സ്തോത്രം ഹല്ലേലൂയ, And we'll say praise God. കയ്യിലുള്ളത് കർത്താവിനും കൊടുക്കും. And then we give something to God. സഹോദരന്മാരുടെ ഹല്ലേലൂയം പറയും, വീട്ടിൽ പോകും. And we shake hands with the brothers. അടുത്ത ആഴ്ച പിന്നെയും ചുമന്നുകൊണ്ട് വരും. Next week we again come back. പിന്നെയും ചുമന്നുകൊണ്ട് പോകും. The same way things ഒന്ന് happen. താത്ത് വെച്ചിട്ട് നമുക്ക് ഇന്ന് രാവിലെ പോകണം. We have to put it down this day. നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക. Cast your burdens upon me. ദൈവവചനമൊക്കെ അങ്ങനെ ശക്തമായി നമ്മൾ ഏറ്റെടുക്കണം. We have to receive the word of God in power. ആർക്കും ബോറടിക്കുന്നുണ്ടോ? Are you getting bored? അപ്പൊ ഒരു കഥ പറയാം. I'll tell you a story. ഇനി 4 മണിക്ക് നീ വിടുന്നുള്ളൂ. ഒരു കഥ പറയാൻ പോകും. I'll leave you at the 4th hour. പേടിക്കണം, 4th hour അല്ല, 4 o'clock. ഹല്ലേലൂയ. 4 മണിക്ക് വിടുന്നുള്ളു. I'll leave you at 4 o'clock. ഒരു രാവിലെ സംഗീതമായിക്ക് ഒരാൾക്ക് സമയം കൊടുത്തു.
One person was given time to share രാവിലെ his ഒരു thoughts. കുറിപ്പൊക്കെ എഴുതി വെച്ചോണ്ടാ വന്നത്. And he had good notes. എഴുതിയെല്ലാം വന്നു കഴിഞ്ഞ് ഈ ഫാനുള്ള സ്ഥലമല്ലേ, And he had there's a fan running there. കണ്ണടച്ച് സങ്കീർത്തനം വായിച്ച് 15-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറിപ്പ് അങ്ങ് പറന്നുപോയി. And his while he was reading it, his notes flew away. നാട്ടിലല്ലേ ചിൽഡ്രൻസ് ചർച്ച് ഒന്നും ഇല്ല കേട്ടോ. It went it went to the kids. There was no children's church there. വിടുമാരെ കൈ കിട്ടാല്ലേ, അവർ അന്നേരം റോക്കറ്റ് ഉണ്ടാക്കി. The kids got the notes and they hid it. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുറിപ്പില്ല. After praying, he didn't see his notes. പുള്ളി പറയാൻ തുടങ്ങി, And he started saying, യഹോവേ നിന്റെ പർവ്വതത്തിൽ ആർ കയറും? "Oh Lord, who will climb, ascend your hill? പിന്നൊന്നും വരുന്നില്ല. യഹോവേ നിന്റെ പർവ്വതത്തിൽ ആർ കയറും? Oh Lord, who will ascend your hill?" 5-6 പ്രാവശ്യമായി. He said 5 or 6 times. ആര് കയറും? Who will ascend? അപ്പൊ ഒരു മോൻ എഴുന്നേറ്റ് പറഞ്ഞു, And then one kid was, അങ്കിളിങ് ഇറങ്ങാമെങ്കിൽ ഞാൻ കയറാന്ന് പറഞ്ഞു. Pastor, if you get down, I will climb up. അവരോർത്ത് ഇവിടെ പുൽപ്പിറ്റി കയറുന്ന കാര്യം അവരോർത്ത്. He thought it's about the climbing on the pulpit. നമ്മളിങ്ങനെ നമ്മുടെ ഭാരങ്ങളൊന്നും ചുമന്നോണ്ട് വരല്ലേ, You should not carry your burden here. ഇറക്കി വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ You പോകാൻ. should lay it down here and റിലാക്സ് go ഇൻ ദ back. പ്രസൻസ് ഓഫ് ദ ലോർഡ്. You should rejoice in the presence. ദൈവസന്നിധി ഇന്ന് കൊട്ട ഒഴിഞ്ഞവരായി പോകണം. You should lay your burden down and leave this place. പലപ്പോഴും ഇഷ്ടിക ചൂളയിലെ ഇഷ്ടികയും കുഴച്ച ചട്ടിയും ഹല്ലേലൂയ കുഴയ്ക്കാൻ ഉപയോഗിച്ച ഷവൽസ് ആൻഡ് ടവൽസ് എടുത്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. Many times we are carrying the showers and towels and going to the furnace. അതുകൊണ്ടാണ് ഹല്ലേലൂയ അത് എടുത്തുകൊണ്ട് വന്നായിരുന്നെങ്കിൽ If you had carried those things, മരുഭൂമിയിൽ നിങ്ങൾ കൂടാരത്തിന് പകരം നിങ്ങൾ വീടുണ്ടാക്കിയേനെ. instead of the tents and tabernacles, you would have made a അതുകൊണ്ട് concrete ഹല്ലേലൂയ structure. ആഹാരത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് വകയല്ലാതെ വേറൊന്നും ചുമക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. God did not allow them to carry things more ഇന്ന് than രാവിലെ they ഇവിടെ needed. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ This morning when you are here to worship തിരിച്ചു God, കൊണ്ടുപോകാൻ ഒരു പ്രശ്നമായിട്ട് ആരും ഇവിടെ ഇരിക്കല്ലേ. do not take any issue back from here. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ മാറിയവളായി സൗഖ്യമുള്ളവളായി ഞാൻ മടങ്ങിപ്പോകും എന്ന തീരുമാനത്തോടെ ഇരുന്നാൽ ഈ ആരാധന നിനക്ക് വിടുതല. If you sit with the belief that I am going to lay all my burdens down, you will be ആരെങ്കിലും delivered. വന്ന് എന്നെ ഒന്ന് ചുമക്കട്ടെ. Oh, let somebody come and carry me. അവരെ ആശ്രയിച്ചല്ലാതെ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റത്തില്ല. I cannot live another day without ഇന്ന് trusting Him. പകൽക്കാലം നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ദൈവം മാറ്റാൻ പോകുക. God is going to change your attitude this morning. ചിലർ ആത്മാവിൽ നടക്കുന്നത് ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നു. I see some people walking in the spirit now. നീ ചുമന്ന ഭാരങ്ങൾ ഇന്ന് രാവിലെ ഒഴിഞ്ഞു പോകും ഞാൻ ആത്മാവിൽ കാണുന്നു. Some of the burden you are carrying are going to be removed this morning. സുന്ദരം എന്ന ദേവാലയ ഗോപുരം, It was a gate called Beautiful. സുന്ദരം എന്ന ദേവാലയ ഗോപുരം The gate is called Beautiful. നല്ല മനോഹരം ആലയം എന്ന് പറഞ്ഞ കേട്ടോ. The place of worship is the beautiful place. ആലയത്തിന്റെ മനോഹരിത എന്ന് പറഞ്ഞാൽ The goodness of അവിടെ the church. വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മനോഹരം. The beauty is the presence of God in the sanctuary. അവിടെ വരുന്ന ദൈവമക്കളുടെ സ്തോത്രത്തെ കുറിച്ച് വചനം പറയുന്നു. The word of God talks about the praises of people, സ്തുതി ഉചിതവും അത് മനോഹരവുമാണ്. and the praise is apt unto God. How we can make our temple into a beautiful place. When you offer praise to the Lord, the praise is beautiful in the eyes of the Lord. The God will come down and inhabit upon our praises. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയുന്ന ഓരോ സ്തോത്രത്തിലും സ്വർഗ്ഗം ഇറങ്ങി വന്ന് വസിക്കും. And every praise that we say with our mouth, heaven will come down and rain on your praise. ദൈവം ഇരിക്കുന്ന സ്തോത്രം മനോഹരമാണ്. Because God reigns on praises. ഇന്ന് രാവിലെ നിങ്ങൾക്ക് അത് ആത്മാവിൽ കാണാമോ? Can you see that with your spiritual നിങ്ങൾ eyes? വാ തുറന്ന് സ്തോത്രം പറയുമ്പോൾ, When you open your mouth and praise നിങ്ങൾ God, ഹല്ലേലൂയ പറയുമ്പോൾ when you say praise God, ഒരു സ്വർഗ്ഗത്തിന്റെ വലയം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നത്. there is a army of God around Who you. can enter into your territory? Who can enter into your territory? If you have the presence of the Lord around you, what enemy, Praise what Jesus. enemy, what arrows can Jesus' step name. into your territory? Jesus' name. ഉദാരബാന, Hallelujah. ഹപ്തരാധികന. Praise Jesus. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അകത്ത് ദൈവകൃപ ഉണ്ടായിരിക്കണം. Then, dear children, there should be the grace of God inside നിങ്ങളുടെ you. ചുറ്റും പരിശുദ്ധാത്മാവിന്റെ വലയുണ്ടായിരിക്കണം. There should be a net of God, Spirit of God around പക്ഷെ you. സുന്ദരമെന്ന ദേവാലയ ഗോപുരമുള്ളപ്പോഴും When there is a beautiful gate, ഇവൻ അകത്ത് പോകാൻ പറ്റത്തില്ല. he cannot go inside the gate. ലേവ്യ 21:19 മുതൽ വായിക്കുമ്പോൾ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. Who cannot enter into the temple of God? In the book of Leviticus, it gives a list of people who cannot enter the temple of God. അത് ഞാൻ പ്രസംഗിക്കുന്നില്ല. I will not preach that പഴയ now. കാലത്ത് ശാരീരിക ന്യൂനതകൾ ഒന്നും ആലയത്തിനകത്ത് കയറ്റത്തില്ലായിരുന്നു. The Old Testament, the physical weaknesses could not enter the temple എന്താ of God. നമുക്ക് പലപ്പോഴും ആലയത്തിന്റെ മനോഹരത്വം അനുഭവിക്കുവാൻ കഴിയാത്തത്? Why cannot we always experience the beautiful? നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നാം വരുത്തി വെച്ച
ബലഹീനതകളുണ്ട്. That is because of the weaknesses we bring to our spiritual Everything health. is beautiful, but we cannot ever taste in our life because there are some blemishes that's dominating in us. This morning we have to cast it out in Jesus' name. Hallelujah. ഇന്ന് പകൽക്കാലം ചില ന്യൂനതകളെ, ശൂന്യതകളെ, പരാജയങ്ങളെ ഒക്കെ പുറത്തറിയാൻ തയ്യാറായാൽ മനോഹരത്തെ നിങ്ങൾ കാണും. This morning you should cast out some of this emptiness in the name of Jesus. 10 പേർക്കുള്ളതല്ല കേട്ടോ ദൈവിക വിടുതല്. The spiritual deliverance is not only limited to 10 people. ഇരിക്കുന്ന ഒരു മുറിക്കകത്തായിരിക്കും. You might be sitting in the same room. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അവസാന ഭാഗം വായിച്ചോണം. If you Acts chapter 2, the last verses, അല്ലെങ്കിൽ അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, verse 5 and 6 says, ഓ യഹോവയുടെ ആ തേജസ് ഇറങ്ങി വീട് മുഴുവൻ നിറച്ചു. the spirit of God, the power of God came down. Prayer was happening in the upper room, The prayer was happening in the upper but room. the glory filled the entire house. The glory filled the entire ഇന്ന് house. പകൽ നീ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ When you pray with one word, ഞാനും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളും ഈ മനോഹരം ഇറങ്ങുന്നത്. the beautifulness of God is going to come down on all our areas. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാൻ പോകുക. Let's come to the next verse. പത്രോസും യോഹന്നാനും And Peter and John, ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ when they are entering the temple, അവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. and he begged them. നല്ല കാര്യം. It's a good thing. അകത്ത് പോയാൽ പിന്നെ നമ്മുടെ പൈസ കാണത്തില്ലല്ലോ. If you go inside, they will use their money for giving offering. എന്താ കാണുന്നത്? ഇത് ക്രിട്ടിക്കൽ. ഇന്നലെ റോബിൻ പറയണം ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ. It is critical. Critical question. It's a critical You just question. imagine before we step into the temple, somebody should ask alms and charity to work. എന്താ കാരണം? What is the reason you What is ask? the Roshan? What is the reason? You didn't hear my question? He asked alms or he begged to the Peter and John before they stepped into the temple of God. Why? അകത്ത് വന്നാൽ പാട്ടുപാടി സ്വത്രാക്കി എടുക്കും. തിരിച്ചു പോകുമ്പോഴായാലൊന്നും കാണത്തില്ല. മനസ്സിലായോ? ദൈവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ When you come inside, go inside the നിങ്ങൾ temple, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിരിക്കും. they will give offering to God. പ്രത്യേകിച്ച് പിരിവൊന്നും എടുക്കേണ്ട ദൈവവേലയ്ക്ക് വേണ്ടി. Praise God. നിങ്ങളത് വിശ്വസിക്കുന്നോ? Do you believe that? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. That's how I believe. Yesterday I want to tell you the youth leaders. I was trying to tell the youth leaders. ഇനി ആര് ഫുഡ് സ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഇമെയിൽ ഒന്നും അയക്കണ്ട. You don't have to send an email for ഇവിടെ വരുന്നവർ ദൈവവേലയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന യൂത്ത് മീറ്റിംഗിന്റെ ഫണ്ട് അതിന് സഫീഷ്യന്റ് ആണ്. the fund of youth meeting is sufficient. നമുക്ക് സ്പോൺസേഴ്സിനെ അല്ല വേണ്ടത്. We don't need sponsors. അല്ലല്ലോ, നമുക്കൊന്നും സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല. We cannot sponsor anything. നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാനേ പറ്റത്തുള്ളൂ. We can only give unto the Lord. നാം സ്പോൺസർ ചെയ്യാൻ പോയാൽ എങ്ങും എത്തിച്ചേരത്തില്ല. Or if you keep അത് sponsoring, നമുക്ക് പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാം. you can sponsor programs. ദൈവകാര്യങ്ങളൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു വേണം നാം ചെയ്യുവാൻ. You should give unto God and His ministry. അടുത്ത പദത്തിൽ വേഗം വരാൻ പോവുക. Coming to the next verse. അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ As soon as they were entering the അവൻ ഭിക്ഷ temple, ചോദിച്ചു. and he asked them all. 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. The verse number 4. വെള്ളം കുടിക്കാൻ വേണ്ടിയാ. പത്രോസ് യോഗ they both fixed their eyes upon him. And they fixed their eyes upon the beggar. എന്തോ നോക്കാനാ ഒരു മുടന്തനെ ഇത്ര അല്ലേ? What to see on this person? എത്ര നോക്കാനാ? How long will you see? $5 കൊടുത്താൽ ഒഴിവാക്കാനുള്ള വിഷയമുള്ളു. Just give him $5 and get ഒന്ന് rid. സൂക്ഷിച്ചു നോക്കണം. Oh, look at him intently. ഞാൻ ഒരു സാധനം കൊടുക്കും. Okay. Can you see what is this? What is this? Look at this. What is തേങ്ങ? Okay, at least you know that മലയാളം. ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇതിലോട്ട്. ഇതെന്തിനു കൊള്ളാം? എന്തിനു കൊള്ളാം? ആ മച്ചിമാരൊക്കെ പറഞ്ഞു തോരൻ വെക്കാൻ കൊള്ളാം. ഇങ്ങനെ മുഴുവനെയല്ല, ഇതിനകത്ത് തേങ്ങ. എന്തിനു കൊള്ളാം ഇത്? What is this good for? റോഷൻ, നീ മുന്നിരിക്കുന്നുണ്ടാ നിന്റെ പേര് വിളിക്കുന്നത്. ഒരു ഡിഷിനുള്ള സ്വീറ്റ് ഡിഷിന് കൊള്ളാം. It's good for a sweet dish. ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. Watch it more carefully. ഞാൻ ഇന്ന് രാവിലെ ഇതിനകത്തൊരു കാഴ്ച കാണുന്നു. And I see something here. 40 തൊട്ട് 50 അടി പൊക്കമുള്ള ഒരു തെങ്ങ്. I see a 40 to 50 feet high tree. ഒരു ചെറിയ തേങ്ങ, Coconut tree. ഒരു ചെറിയ തേങ്ങ ഇത്. This is a small coconut. 150 ഓളം തേങ്ങ ഒരു വർഷം കായ്ക്കും. It bears about 150 coconuts every ഇതിന്റെ year. പുറത്തുള്ള ഈ ചകിരി എന്ന് പറയുന്ന ഫൈബർ ഏകദേശം 20 പൗണ്ട് വരും. The fiber outside is about 20 pounds. എത്ര ലോറികൾക്ക് കെട്ടത്തക്കവണ്ണമുള്ള കയർ ഇതിനകത്തുണ്ടെന്നറിയാവോ? It can make ropes which can tie many trucks. ഗാലൻസ് ഓഫ് വാട്ടർ ഉണ്ട്, കുടിക്കത്തക്കവണ്ണം വെള്ളം ഈ തെങ്ങിൽ നിന്നുണ്ടാകും. It can produce gallons of water. ഏകദേശം 20 കിലോയോളം വെളിച്ചെണ്ണ നിങ്ങൾക്ക് കിട്ടും ഒരു വർഷം. You can have 20 kgs of oil. അത് കഴിഞ്ഞാൽ പശുവിന് കൊടുക്കാൻ പിണ്ണാക്ക് കിട്ടും. And you will have the leftover can be fed to the cattle. ശുദ്ധീകരണത്തിന്റെ എത്ര ബ്രൂംസ് ഉണ്ടാക്കാൻ തന്നെ ചൂലുണ്ടാക്കാൻ അറിയാവോ? You can make brooms which to clean houses with ഒരു that. വീട് മേയാനുള്ള ഓല കിട്ടും. You can make houses, ഇനി temporary houses. കൊള്ളത്തില്ലെന്ന് തോന്നിയാ If you don't like it, വെട്ടിയാൽ ഒരു വീട് വെക്കാനുള്ള ഉത്തരവും കഴിക്കോലും കിട്ടും, റൂഫ് ഉണ്ടാക്കാൻ പറ്റും. you can cut the tree and make a house with the wood. അതിന്റെ വേര് ആയുർവേദത്തിന് കൊള്ളാം. The roots are good for medicine. പക്ഷെ വേണേ നിങ്ങൾക്ക് ഒരു തോരൻ വെച്ച് തീർക്കാം. Or
or else you can cook your delicious നിങ്ങൾക്ക് food, ഒരു സ്വീറ്റ് ഉണ്ടാക്കി തീർക്കാം. or you can make a dessert with that. ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. Look more carefully. പത്രോസ് ആ മുടന്തനെ നോക്കി. And Peter looked at him. അവനിൽ ഒരു ആരാധനക്കാരനെ പത്രോസ് കണ്ടു. Peter saw in him a person of worship. ആത്മീയന്റെ കണ്ണുകൊണ്ട് ഇന്ന് രാവിലെ നോക്കിയാൽ When you look with your spiritual നിന്റെ eyes, മുടന്തുള്ള മണ്ഡലങ്ങളിൽ in the area of your crippleness, തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന ഒരു ആരാധനക്കാരനെ കാണാം. you will see a person of In worship. your crippleness you can see a worshipper of the Lord. You will see a worshipper of the Lord. നിന്റെ ഏതെല്ലാം തകർച്ചയുള്ള മണ്ഡലത്തിലും In the areas of your crippleness. പത്രോസ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. When Peter looked intently, അവനിൽ ഒരു ആരാധനക്കാരനെ he കണ്ടു. saw a worshipper. അബ്രഹാമിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ട് Look at Abraham intently. അവനൊരു വിശ്വാസികളുടെ പിതാവിനെ നിങ്ങൾക്ക് കാണാം. He is the father of believers. ഇസഹാക്കിൽ ഒന്ന് നോക്കിയാട്ട് Look at Isaac intently. അവനൊരു ഭക്തനെ നിങ്ങൾക്ക് You കാണാം. will see him a faithful man. മാറി നിന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന ഗിദെയോനെ നോക്കിയാട്ട് Look at Gideon intently. ദൈവം പറയുന്നു, പോയി ഒരു ദൂതനോട് പറയാ, പോയാട്ട് താഴോട്ട് പോയാട്ട് And God is asking the angel, go down to നീ അവനോട് Gideon. പോയി പറയണം, We have to go and tell നിന്റെ him, അകത്തൊരു പരാക്രമശാലിയുണ്ട്. you have a mighty man of valor inside you. ആ മൂലയ്ക്ക് കാട്ടിലിരിക്കുന്ന ദാവീദിനോട് പോയി പറഞ്ഞാട്ട് Go to the David in the wilderness. നിന്റെ അകത്തൊരു ദൈവദാസൻ ദൈവരാജാവുണ്ട്. There is a king inside you. ഇന്ന് രാവിലെ ഒന്ന് സൂക്ഷിച്ചു നോക്കാമോ? Look intently. ഈ കുഞ്ഞുങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കാമോ? Look at the kids intently. Young people, please stand up. Young people, Everyone, every young people, those who feel that we are young. praise the Lord. You can stand up. Hallelujah. Praise you, Jesus. Parents, can you see something special in them? Can you see something special in them? Don't see them as an 8th grade or 9th grade or 10th grade or 12th grade student. See something extraordinary them. ഇന്ന് രാവിലെ എത്ര ഒരു നിമിഷം നിങ്ങൾ അവരെ ഒന്ന് നോക്കിയാട്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മാവിലൊന്ന് നോക്കിയാട്ട്. Look at your children with your spiritual eyes. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? Can you see? വേണമെങ്കിൽ If they want. ഒരു നേരം കൊണ്ട് തീർക്കാം. Maybe it may be just one gallon. എന്നാൽ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് വലിയ വിലയുള്ള ജീവിതമാണ്. But this value of life is huge. അവരുടെ വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട. Don't look at their education. ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയേ. Look intently. മോശ ജനിച്ചപ്പോൾ When Moses was born, അവരുടെ അപ്പനും അമ്മയും സൂക്ഷിച്ചു നോക്കി. and his parents looked at him intently. ദിവ്യ സുന്ദരൻ എന്ന് കണ്ടു. He was so beautiful. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലമുറയ്ക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഈ ആത്മീയ കൃപ കാണണം. Look at the spiritual ഇവരിൽ pressure. മറഞ്ഞു കിടക്കുന്ന ദൈവശക്തി കാണണം. Look at the power of God hidden inside ഇവർ them. ആരായി തീരുമെന്നുള്ള ദൈവിക പദ്ധതി കാണണം. Look at the plan of God in their lives. നോഹ ജനിച്ചപ്പോൾ When Noah was born, മാതാപിതാക്കൾ സൂക്ഷിച്ചു നോക്കി. his parents looked at him അവരിങ്ങനെ പറഞ്ഞു, and they said, ഇവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. he will console us. ഒന്ന് പറയാമോ ഇന്ന് രാവിലെ? Can you say? ഈ കുഞ്ഞുങ്ങളെ നോക്കി Can you പറഞ്ഞാട്ട്, look at your children? ഈ മോൻ, This son, ഈ മകൾ, this daughter, അവൻ തന്നെ എനിക്ക് ആശ്വാസമാണ്. they will turn to be my ഈ comfort. മുടൻ തിന്ന് രാവിലെ മാറുന്നത് ഞാൻ ആത്മാവിൽ I കാണുന്നു. see the crippleness being removed this morning. പത്രോസേ, യോഹന്നാനെ, Peter and John, പ്രാർത്ഥിക്കുന്ന കണ്ണുകൊണ്ട് നോക്കിയാൽ, when you see with the eyes of prayer, കൃപയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ, when you see with the eyes of grace, ഇതിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അഭിഷേകം നീ കാണും. you will see the anointing hidden ഇതിനകത്ത് മറഞ്ഞു inside them. നടക്കുന്ന കൃപ നീ കാണും. You will see the grace hidden inside. Young people, I want to exhort you. There is something extraordinary that's hidden in you. Hallelujah. You may be appointed to cast into the waters of Nile, but God has a special plan for you. You will be drawn out of the water. You will walk through the land of Egypt as an anointed servant of God. You will travel by the chariots. You will run for the glory of the Lord. With your mouth, you are going to divide the Red Sea into two. You are going to appoint many people for the glory of the Lord. You are something special in the eyes of the Lord. ഇന്ന് രാവിലെ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നു. This morning we are looking intently. Please be seated. Hallelujah. നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഒന്നുകൂടെ നോക്കിയാട്ടെ. Look at your situation one more ഇന്ന് time. കാണുന്ന നിങ്ങളുടെ ആ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് Look at your situation one more time. പ്രാർത്ഥനയോടൊന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ. Oh, look with a new look of prayer. പ്രതീക്ഷയോടൊന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ. Oh, look with expectation. വിശ്വാസത്തോടൊന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ. Oh, look with faith on your situation. മുടന്തെല്ലാം തുള്ളിച്ചാടുന്ന കാണാൻ You പോകുക. will see the crippled up and dancing. മുടന്തെല്ലാം തുള്ളിച്ചാടുന്ന കാണാൻ You പോകുക. will see the crippled walking and dancing. മുടന്തെല്ലാം ഇന്ന് രാവിലെ തുള്ളിച്ചാടും. You will see the crippled dancing. ഉറ്റുനോക്കാൻ എത്ര പേര് How തയ്യാറാകും? many of you are ready? ഇന്ന് രാവിലെ ആത്മാവിൽ നോക്കിയാട്ട്. Oh, look with the spiritual eyes. ലോകം കാണാത്തത്, പ്രഗത്ഭന്മാർ കാണാത്തത്, ഡോക്ടർമാർ കാണാത്തത് ഒക്കെ മറഞ്ഞു കിടക്കുന്നത് ഇന്ന് രാവിലെ നിന്റെ കണ്ണുകൊണ്ട് ആത്മാവിൽ കണ്ട് പ്രാർത്ഥിപ്പാൻ സ്വർഗം ബലപ്പെടുത്തട്ടെ. Heaven is going to strengthen you to give you a look like others cannot see. അത് കഴിഞ്ഞ ഉടനെ പത്രോസ് പറഞ്ഞു, And then Peter said, Now look at us. ഞങ്ങളെ ഒന്ന് നോക്കിയാട്ടെ. then he said, look at us. Are we dare to make a statement like that? Can we dare to make a നമുക്കൊന്ന് statement? പറയാൻ പറ്റുമോ അങ്ങനെ ഞങ്ങളെ ഒന്ന് നോക്കാൻ? Can we say to others, look at us? എന്താ പത്രോസ് അർത്ഥമാക്കുന്നത്? What does Peter mean here? നീ പലരെയും കണ്ടവനാ. You have seen many people. കുറച്ചു മുമ്പും ആള് പോകുന്ന കണ്ടതാ. Or sometimes
you have seen that many people are passing by. You have seen many people passing by. നാളെ നീ കാണും. You will see them tomorrow. ഞങ്ങളെ ഒന്ന് നോക്കിയാട്ടെ. But look at us. നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? Do you see something different? Praise the Lord. Praise God. കഴിഞ്ഞ രാത്രിയിൽ, Last night, കഴിഞ്ഞ ദിവസം last day, മാളിക മുറിയിൽ in the upper room, പെയ്തിറങ്ങിയ there was power. ആത്മാവിന്റെ നദിയുടെ നനവ് ഇപ്പോഴും ഉണ്ട്. Spirit that came down upon us, we still have it. കഴിഞ്ഞ രാത്രിയിലെ, Last night, കഴിഞ്ഞ മാസം last month, പ്രാപിച്ച the thing that I received, അഗ്നിനാവുകളുടെ സ്പർശനം the touch of the fiery ഇപ്പോഴും ഈ tongue, നാക്കേലുണ്ട്. it is still on my tongue. കഴിഞ്ഞ ദിവസം Last day, ആ വീടിനെ കുലുക്കിയ that shook that house, അഭിഷേകത്തിന്റെ ചലനം the power of the Spirit, ഈ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. I still have it in my hand. ഞങ്ങളെ ഒന്ന് നോക്കിക്കേ. Look at us. ഇന്ന് പകൽ നാം ഒന്ന് ഏറ്റെടുത്താട്ട്. Can you receive that? നിങ്ങൾ ആരൊക്കെയാണ് കേട്ടോ? Oh, you are somebody. നിങ്ങൾ ആരൊക്കെയാണ്? You are somebody. നിങ്ങളുടെ അകത്ത് ആ കൃപയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാട്ട്. Say that you have the grace നിങ്ങൾ inside you. എന്തുകൊണ്ടെന്ന് വിളിച്ചു പറഞ്ഞാട്ട്. Say that you have the grace ഞങ്ങളെ inside you. നോക്കാൻ പറഞ്ഞു. Say, look at us. വല്ലതും കിട്ടുന്നു വിചാരിച്ചവൻ നോക്കി. Now he looked at them like he will നോക്കുക receive. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? You know what does it mean to look അവൻ at? തറയിലിരിക്കുന്നു, He is sitting on the floor അവരുണ്ട് നിൽക്കുന്നു. and these people are ഞങ്ങളെ standing. നോക്കെന്ന് പറഞ്ഞാൽ When he said, look at us, ലിഫ്റ്റ് യുവർ ഹെഡ് ഓ മൈ സൺ. മകനെ തലയൊന്ന് പൊക്കിയാൽ. he had to lift his head up to look at them. ദൈവദാസിയെ, Oh, dear daughter. ദൈവദാസനെ, Oh, dear man of ദിസ് ഈസ് God. യുവർ മിനിസ്ട്രി. This is your ministry. നിന്റെ ശുശ്രൂഷ ചെയ്താ This is your ministry. ചിലരുടെ തല ഉയർത്തുവാൻ, You have to lift your head തല up. താഴ്ത്താൻ എളുപ്പമാ. It's easy to bow your പക്ഷേ ഇന്ന് head. രാവിലെ ചിലരുടെ തല ഉയർത്തുവാനാ ദൈവം നിന്നെ God വിളിച്ചിരിക്കുന്നത്. has a plan to lift your head up. നിന്റെ തല ഉയർത്തുവാനാ ദൈവം വിളിച്ചിരിക്കുന്നത്. God has called you to lift your head up. 100 നാണയത്തുട്ടുകളേക്കാൾ, More than the beggar thing he gets. 100 More than നാണയത്തുട്ടുകളേക്കാൾ the money he gets. അവന്റെ തല ഉയർന്ന ഒരു വലിയ വിഷയമാണ്. It's a great thing that he lifted his head up. പട്ടണവാതിക്കൽ നിന്റെ കുനിഞ്ഞു പോയ തലയെ The head that was bowed down. പ്രാർത്ഥിക്കുവാൻ വരുന്നവർ ഉയർത്തുന്നത് വിശ്വാസത്തെ കണ്ടാട്ട്. Oh, lift your head up for people who come to pray നിങ്ങളുടെ for you. പ്രാർത്ഥനാ വിഷയങ്ങൾ ആലയത്തിൽ കൊണ്ടുവന്നാട്ട് Bring your prayer needs to the നമുക്ക് church. പ്രാർത്ഥിച്ച് തലയൊന്ന് ഉയർത്താം. Oh, we will pray together and നമുക്ക് we'll lift പ്രാർത്ഥിച്ച് our, നമ്മുടെ തലയൊന്ന് ഉയർത്താം. we will pray together and lift our heads up. Praise the Lord. Praise God. സമയം ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ വേഗം സമയത്ത് നിർത്തിക്കൊള്ളാം. Praise God. Hallelujah. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. He said, silver or gold have we none. പത്രോസ് പറയാണ്, കിട്ടുമെന്ന് നമ്മൾ നോക്കിയപ്പോൾ പറയാ, we don't have silver and gold. Silver or gold I do not have it. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. We do not have silver or gold. അതിന്റെ അർത്ഥം What does that mean? ഞങ്ങളുടെ വെള്ളിയും ഇല്ല പൊന്നും ഇല്ലെന്നോ, It means that we don't have silver or gold. ഇതിനെക്കാട്ടി കഷ്ടപ്പാടില്ല ഞങ്ങളുടെ ജീവിതമൊന്നോ, It doesn't mean that we are going through much more financial തിരിച്ചു problems than വന്നാൽ you. നിന്റെ കൂടെ ഞങ്ങൾ ഇവിടെ ഇരിക്കണമെന്നോ, When we come back, we will be sitting next to you. അതൊന്നും അല്ല എന്റെ അർത്ഥം കേട്ടോ. He didn't mean that. വെള്ളിയും പൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മാലയും കമ്മനും ഇല്ലെന്നും അല്ല അർത്ഥം. It doesn't mean that he didn't have ornaments. അന്നത്തെ കാലത്ത് ഡോളറും സെന്റും ഒന്നും ഇല്ലെന്ന് അർത്ഥം. It doesn't mean that they didn't have money. എന്താ അതിന്റെ അർത്ഥം എന്താ? What does it really mean? ഇന്നലെ രാത്രി ദൈവത്തോട് ചോദിച്ചു, And I asked God last കർത്താവ് ഒരു night, മീനിങ് പറഞ്ഞു തരാമോ? Lord, can you give me the കർത്താവിനോട് meaning? പറഞ്ഞൊരു ശബ്ദം ഞാൻ ഇങ്ങനെ This കേട്ടു. is what I heard from God. എടാ മുടന്താ നിന്നോട് ദൂത് പറയാൻ പോയാ, I'm going to tell you a message. നിനക്ക് $1 തന്നാലും, Even if I give you $1 billion, അല്ലല്ല നിനക്കൊരു $multi-million മാൻഷൻ വെച്ച് തന്നാലും, even if I build a multi-million mansion for അവിടെ you, ഇരുന്നുകൊണ്ട് പിന്നെ നീ എഴയണം. you will have to still be crippled in that നിനക്ക് house. റോൾസ് റോയ്സിന്റെ കാർ വാങ്ങിച്ചു You തന്നാൽ might have Rolls Royce നീ car. അതിനകത്തുനിന്ന് ഇറങ്ങുമ്പോ പിന്നെ എഴയണം. You have to come out of the car and again പിന്നെ be crippled. രണ്ടുപേര് വരണം നിന്നെ ചുമക്കാൻ. Two people will have to come to carry നല്ല you. മേശയിൽ നീ ആഹാരം കഴിക്കും, Maybe you're eating at a good പക്ഷെ table. അടുത്ത മുറി ചെല്ലണമെങ്കിൽ നീ വീണ്ടും എഴയണം. Oh, you will have to be still crippled. ഇന്ന് രാവിലെ പറയുന്ന ദൂത് ഇതാണ്. This is what the message. പത്രോസ് അവനോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്, Peter wants to tell him, പണത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, whatever the money cannot do for you, പദവിക്ക് ചെയ്യുവാൻ കഴിയാത്തത്, whatever your position cannot നിന്റെ do for you, പ്രശസ്തികൾക്ക് തരുവാൻ കഴിയാത്തത്, whatever your privileges cannot do for you. ഡോക്ടർമാരും ലോകവും മെഡിക്കൽ സയൻസും പരാജയപ്പെട്ടെടുത്ത്, When the doctors and the medical sciences fail, സമൂഹങ്ങൾ രാഷ്ട്രങ്ങൾ പരാജയപ്പെട്ടെടുത്ത്, when the nations of this world fail, സകലതും ഉടഞ്ഞെടുത്ത് wherever things of this world fail, വിജയിക്കുന്ന ഒന്ന് എന്റെ പക്കലുണ്ട്. we have something that will give you അത് ഇന്ന് victory. രാവിലത്തെ നമ്മുടെ ദൂത്. That is the message this morning. കൂട്ടായ്മകൾ പരാജയപ്പെട്ടെടുത്ത്, Maybe people of this world fail, തത്വങ്ങളും രാഷ്ട്രങ്ങളും പരാജയപ്പെട്ടെടുത്ത്, the countries and the nations of this world fail. വിജയിക്കുന്ന ഒന്ന് എന്റെ പക്കലുണ്ട്. I have something that will give you victory. യേശുവിന്റെ നാമം, In Jesus' name. യേശുവിന്റെ നാമം. In Jesus' ഇന്ന് name. രാവിലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy? What the silver and the gold cannot do, the word power of the Lord is going to manifest in you. In the name of Jesus, you are going to walk. Hallelujah. Praise you, Jesus. Hallelujah. ഇരുന്നു പോയ ചില വിഷയങ്ങൾ, Some situations where you are sitting down. മുടങ്ങിപ്പോയ ചില വിഷയങ്ങൾ, Some situations which are not falling up. മുടന്തി
മുടന്തിപ്പോയ ചില വിഷയങ്ങൾ, situations that make you crippled, തകർന്നുപോയ ചില വിഷയങ്ങൾ, situations that destroy you, എല്ലാവരും കൈയൊഴിഞ്ഞ ചില വിഷയങ്ങൾ situations where people forsake ഇന്ന് you. പകൽ യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പോകുകയാണ്. In Jesus' name is going to happen today. പട്ടണവാതിക്കൽ പരസ്യകോലമായി മുടന്തിപ്പോയ You വിഷയങ്ങൾ, are being mocked in front of the city. ദേവാലയ ഗോപുരത്തിങ്കൽ ഇരുന്നു പോയ വിഷയങ്ങൾ You are sitting in front of the temple being ഇന്ന് ridiculed. പകൽ നടക്കാൻ പോകുകയാണ്. But this is going to happen this morning. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe? എവിടൊക്കെ യേശുവിന്റെ നാമം പറയുന്നു Wherever you say Jesus' അവിടെ name, പിശാചുക്കൾ വിറയ്ക്കും, the enemy will shake. അവിടെ ഭൂതം അലറി ഓടും, The demons will run away. അവിടെ ഭൂതങ്ങൾ അലറി ഓടും, Demons will run away. അത്ഭുതം നടക്കും. The miracles will ഇന്ന് happen. രാവിലെ യേശുവിന്റെ നാമത്തിൽ ചില മുടന്തുകൾ മാറാൻ പോകുകയാണ്. Some of the crippledness is going to be removed in Jesus' name. അവനെ വലം കൈ, ഞാൻ വേഗം പറയാം, അവനെ വലം കൈക്ക് പിടിച്ചു, And he took hold of his hand അവനെ എഴുന്നേൽപ്പിച്ചു. and he made him stand up. പത്രോസിയെ കയ്യിൽ നോക്കിയിട്ട് Peter, look at the hand. എനിക്ക് ഇവിടെ നിന്ന് 1 മണിക്കൂർ പ്രസംഗിച്ച കൊള്ളാൻ I തോന്നുന്നു. want to preach for a long time. നിങ്ങൾ ഹല്ലേലൂയ പറയാനല്ല, ഇരിക്കണം എന്ന് പറഞ്ഞാൽ കൈ വെക്കാൻ മതി. ഞാൻ അവർക്ക് ഹല്ലേലൂയ പറയാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ കയ്യിലോട്ട് പത്രോസ് നോക്കി. Look at Peter's hand. ഒരു നിമിഷം പത്രോസ് ഇങ്ങനെ ഓർത്തു, And Peter thought this way. വല പിടിച്ച് തഴമ്പിച്ച കയ്യാ, This hand was used for fishing a long time. മത്സ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്ന കയ്യാ. It was stinking with fish for a long ഓ, time. ആ പുരോഹിതന്റെ ദാസന്റെ കാത് അറുത്ത് കളഞ്ഞ കയ്യാ. I used this to cut the ear of the servant. ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പലവട്ടം ഹല്ലേലൂയ വീശി കാണിച്ച കയ്യാ. I used this hand to deny Jesus many times. ഒറ്റ സമർപ്പണത്തിൽ But with one surrender, എന്റെ ആ ഗന്ധം പഴയ നാറ്റമുള്ള കൈ, this hand of mine വല പിടിച്ച് തഴമ്പിച്ച കൈ, that was used for fishing, മറ്റുള്ളവരുടെ കാത് മുറിവേൽപ്പിച്ച അതേ കരം, that hurt other people, മറ്റുള്ളവരെ വേദനിപ്പിച്ച അതേ കയ്യ്, that hurt other people, ഇന്ന് പകൽ ഒരുത്തനെ ഉയർത്താൻ ദൈവനെ is being പ്രയോജനപ്പെടുത്തുക. used to raise a person up. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു? How many of you believe നിന്റെ that പഴയത് മറക്കുന്ന ഒരു അഭിഷേകം God is going to give you newness? മലയാളം പാട്ട് പാടുന്ന സഹോദരന്മാർ മുന്നോട്ട് വന്ന് നിന്നാട്ട്. Praise the Lord. നിന്റെ Hallelujah. പഴയതിനെ മറക്കുന്ന, The things that you നിന്റെ forget, പരാജയങ്ങളെ മറക്കുന്ന forget your failures. അടുത്ത അരമണിക്കൂർ ആരാധനയാ. Next 30 minutes is worship. നിന്റെ പരാജയങ്ങളെ മറക്കുന്ന Forget your failures. ഒരു കരം ഇന്ന് രാവിലെ സ്വർഗ്ഗം നിനക്ക് തരാൻ പോകുക. Heaven is going to give you a hand. ഇന്ന് രാവിലെ സ്നേഹിത നിന്നോട് ദൂത് പറയുന്നു, For friend, there is a message for you. സഹോദരി നിന്നോട് ദൂത് പറയുന്നു, For sister, there is a message for നിന്റെ you. വിക്കുള്ള നാവും തളർന്ന കൈയും തകർന്ന ഹൃദയം ഇങ്ങോട്ട് കൊണ്ടുവാ. Oh, bring unto me the problems in your life. നിന്റെ ഉടഞ്ഞ ജീവിതം ഇന്ന് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവാ. Bring unto me the crippledness of your life. മറഞ്ഞുപോയ ബുദ്ധി ഇന്ന് രാവിലെ കൊണ്ടുവാ. Bring unto me the lack of wisdom you have. ഇന്ന് രാവിലെ നീ ഒന്ന് കൈ നീട്ടിയാൽ When you stretch your hand, ഈ കൈയിലേക്ക് കൃപ വ്യാപരിക്കാൻ പോകുക. the grace is going to come ഇന്ന് രാവിലെ unto നീ you. ഒന്ന് ഒരുങ്ങാൻ തയ്യാറായാൽ Are you ready this morning? നിന്റെ കൈയിലേക്ക് കൃപ വ്യാപരിക്കാൻ പോകുക. This grace of God is going to come unto ചിലരെ you. ഇന്ന് രാവിലെ കൈ നീട്ടി എഴുന്നേൽപ്പിക്കുവാൻ. Some of you are going to be raised up. Can you lift your hands? Can you lift your hand? എല്ലാ കൈയൊന്ന് ഉയർത്തിയേ. Let you lift your hands. Every young people lift your hands. Every young people lift your hands എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാട്ട് and say it this way. ഒത്തിരി പരാജയം കണ്ട കയ്യാ ഇത്. I have seen many failures in my ഒത്തിരി life. പരാജയം കണ്ട കയ്യാ ഇത്. This hand has seen many failures. ഗെത്സമനയിലും പരാജയപ്പെട്ട കയ്യാ. This hand was failed in Gethsemane. കടലിൽ പരാജയപ്പെട്ട കയ്യാ. This hand was failed in the seas. വീട്ടിൽ പരാജയപ്പെട്ട കയ്യാ. This hand has failed in my home. പരീക്ഷകളിൽ പരാജയപ്പെട്ട കയ്യാ. This hand has failed in tests. പക്ഷേ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, But this morning I believe ചിലരുടെ മുടന്തു മാറ്റുവാൻ, some crippledness will be ചിലരെ used. ഉയർത്തുവാൻ, Some crippledness will be ചിലരെ raised up. ആരാധനയ്ക്ക് കൊണ്ടുവരുവാൻ Some people will be brought to ദൈവം church. എന്റെ കയ്യിൽ ഒരു അഭിഷേകം പകരാൻ പോകുക. God is going to anoint me for that. വെള്ളിക്കും പൊന്നിനും കഴിയാത്തത്, Silver and gold cannot do that. ലോകത്തിന് കഴിയാത്തത്, Gold cannot do that. യേശുവിന്റെ നാമത്തിൽ, In Jesus' name. യേശുവിന്റെ നാമത്തിൽ, Jesus' name. യേശുവിന്റെ നാമത്തിൽ Jesus' name. ഇന്ന് രാവിലെ ഈ കയ്യെ ദൈവം പ്രയോജനപ്പെടുത്തും. Oh, there is victory in Jesus' name. ഹല്ലേലൂയ. Praise you. അടുത്ത വാക്ക് നാം ഇങ്ങനെ വായിക്കുന്നു, The next words we read this way. ക്ഷണത്തിൽ, In a moment, immediately. ക്ഷണത്തിൽ. In a moment. Can you show me that on the screen? ക്ഷണത്തിൽ, Put that on the screen. In a immediately, moment. suddenly or in meantime. പെട്ടെന്ന് Immediately. അവന്റെ കാലും നരിയാണിയും ഉറച്ചു. Oh, his legs received strength. Praise God. അവരവിടെ നിന്നോളൂ. നമുക്ക് ഒരുമിച്ച് പാട്ട് പാടണം. Praise God. Hallelujah. Hallelujah. പെട്ടെന്ന് അവന്റെ കാലും നരിയാണിയും ഉറച്ചു. Oh, immediately his legs received strength. Praise the Lord. പെട്ടെന്ന് ചില നടക്കാൻ പോകുക. Some things are going to happen immediately. ദൈവം അങ്ങനെ ഒരു ദൂത് വരുന്നു. This is the message. പെട്ടെന്ന്, Immediately. in meantime. In meantime. ഞാൻ ഒരു 6 ദൂത് പറയാം. I'll tell you a message. 1 രാജ 18:45. 1 Kings 17:48.
1848. 46 and 47. 46, 47. പെട്ടെന്ന് ക്ഷണത്തിൽ ആകാശം കറുത്തു. Oh, immediately heaven, skies were dark. ആർക്ക് വേണ്ടിയാ? For what? For whom? മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. People who prayed on their knees. പെട്ടെന്ന് മഴയുടെ മുഴക്കം കേട്ടു. Oh, immediately they heard sound. ഇന്ന് രാവിലെ പെട്ടെന്ന് ഇതിൽ നടക്കാൻ പോകുക. Some things are going to happen soon നീ and കരം fast. നീട്ടിയാൽ, When you stretch forth, നീ യേശുവിന്റെ നാമം പറഞ്ഞാൽ, when you say Jesus' നീ name, ആത്മാവിൽ ആരാധിച്ചാൽ, when you worship in the Spirit, പെട്ടെന്ന് ചിലത് നടക്കും. some things are going to happen immediately. മർക്കോസ് 7:35. Oh, Mark 7:35. പെട്ടെന്ന് അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു. Oh, his bondage was on his tongue was removed. പെട്ടെന്ന് അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു. Immediately his tongues were അവന്റെ loosened. ചെവിയും തുറന്ന് അവൻ നന്നായി സംസാരിച്ചു. And his ears were opened and he started speaking. പെട്ടെന്ന് ചിലത് നടക്കാൻ പോകുക. Some things are going to happen ഇന്ന് immediately. യേശുവിന്റെ കൂടെ നടക്കുന്നവർക്ക് വേണ്ടി But people who walk with Jesus, പെട്ടെന്ന് ചിലത് നടക്കാൻ പോകുക. some things are going to happen immediately. ഹല്ലേലൂയ. Hallelujah. മർക്കോസ് 10:52. Mark 10:58. ഉടനെ അവന്റെ കണ്ണ് തുറന്നു. Immediately his eyes were opened. ആർക്ക് വേണ്ടിയാ? For whom? ബർത്തിമായിയെ പോലെ നിലവിളിക്കുന്നവർക്ക് വേണ്ടി. People who cry like Bartimaeus. പലരും നിന്റെ വാപൊത്തിയതാ. Many people tried to make you പലരും നിന്നെ quiet. വഴി പിടിച്ചിരുത്തിയതാ. Many people tried to പക്ഷേ discourage നീ you. നിലവിളിച്ചാൽ, But when you നീ cry, കരഞ്ഞാൽ, when you cry, പെട്ടെന്ന് immediately, പെട്ടെന്ന് നിന്റെ കണ്ണ് തുറക്കും. your eyes will be നിന്റെ open. കണ്ണ് തുറക്കും. Your eyes will be open. Praise you, Jesus. ലൂക്കോസ് 8:44. Luke 8:44. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നു. Oh, immediately her blood stopped flowing. ആർക്ക് വേണ്ടിയാ? For whom? കൈ നീട്ടി യേശുവിനെ തൊടുന്നവൾക്ക് She വേണ്ടി. raised her hand and touched Jesus. പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ When you pray and praise God, പുരുഷാരത്തെ നോക്കാതെ, don't look at people around ആര് you. കാണുമെന്ന് ഓർക്കാതെ, Don't look at people around you. വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടാൽ By faith, touch Jesus. പെട്ടെന്നൊരു അത്ഭുതം. Immediately a miracle. ക്ഷണത്തിൽ, വേഗത്തിൽ Immediately a ഇന്ന് miracle. രാവിലെ അത്ഭുതം നടക്കും. There is going to be a miracle here. മർക്കോസ് 2:12. Mark 2:12. ഉടനെ Immediately അവൻ കിടക്കെഴുന്നേറ്റ് നടന്നു. he rose up with taking his mat. ആർക്ക് വേണ്ടിയാ? For whom? വാതുക്ക പോലും കടക്കാൻ സ്ഥലമില്ല. Oh, there is no room to enter that room. ചില മേൽക്കൂരകൾ പൊളിക്കുവാൻ തയ്യാറായ, Roofs were open to bring him ഞാൻ down. കെട്ടിപ്പൊക്കിയിരിക്കുന്ന The roofs that I built ചില up. മേൽക്കൂരകൾ പൊളിച്ചാൽ Some roofs, if I നീ break ഉടനെ up, എഴുന്നേൽക്കാൻ പോകുക. you are going to rise up. പെട്ടെന്ന് നീ നടക്കും. You are going to walk പെട്ടെന്ന് immediately. ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞത് Things that you said will not happen. പെട്ടെന്ന് നടക്കാൻ പോകുക. It's going to happen immediately. ഹല്ലേലൂയ. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നു? If you believe. പ്രീബാരാബാല ഹംദരാധകന വൈശ പ്രൗഢവസ്യാരകന റീകല മനഗന ഘടകരാധിയാര ഹംദൽ കടര രഗനവസ്യാരകല ക്ഷണത്തിൽ 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 ചിലത് നടന്നു. ഉടമന വൈഡകാരബല ഹസംബരാധിയാര ഹംദൽ കടകനാരകല കടകനഹസ്യാരകന. Let us stand together. ഒരു വാക്കൂടെ വായിക്കണം. 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യം കൂടെ വായിച്ച് Chapter 3 verse 9 and 10. നാം ഒരുമിച്ച് ആ വാക്യം somebody read loudly. അവൻ നടക്കുന്നതും, ശ്രദ്ധിക്കണമേ, അവൻ നടക്കുന്നതും. ആ പുസ്തകം മടക്കിക്കോ. ഇതാ ദൂത് പറഞ്ഞ് അവസാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ ശക്തമായ ദൈവാരാധന സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. അവർ പാട്ട് പാടിക്കൊള്ളും. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കൂടെ ആരാധിച്ചോ. ഈ ദൂതും കൂടെ നിങ്ങൾ കേട്ടോണം. ജനം കണ്ടു. ഇതൊരു പരസ്യമായ ശുശ്രൂഷയാ. The people watched over him. They had seen him before begging at the hallelujah gate, that beautiful gate. Now they see. അടുത്ത 3 വാക്ക് പറയാൻ പോകുക. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. ഇനി 3 പദങ്ങൾ ദൂതായിട്ട് പറയുന്നു. 1, പ്രൈസ് ഗോഡ്, കുതിച്ചെഴുന്നേറ്റു. He leaped. 2, he walked, നടന്നു. 3, തുള്ളിയും കൊണ്ട് ദേവാലയത്തിൽ നടന്നു. ഈ 3 കാര്യങ്ങൾ ഇവിടെ നടക്കണം ഇന്ന് രാവിലെ. You have to rise up and leap up from certain circumstances. ഇന്ന് രാവിലെ നിങ്ങളുടെ ചില മുടന്തിപ്പോയ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ ഇന്ന് രാവിലെ കുതിച്ചെഴുന്നേൽക്കണം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ആത്മശക്തി വരുമ്പോൾ നിങ്ങൾ അതിന്മേൽ ചാടി വീഴും. മതിൽ ചാടി കടക്കുന്ന പോലെ, ഹർഡിൽസ് ചാടി കടക്കുന്ന പോലെ നിങ്ങൾ ഇന്ന് രാവിലെ കുതിച്ചെഴുന്നേൽക്കും. ഇന്ന് രാവിലെ ചിലർ കുതിച്ചെഴുന്നേൽക്കും. 2, ചിലർ നടക്കും എന്ന് പറഞ്ഞാൽ ജീവിതയാത്ര നേരെയാകും. നടക്കത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ നടക്കും. യു ആർ ഗോയിങ് ടു വാക്ക് ഇൻ ജീസസ് നെയിം. ജീമനഹസ്യ. ചിലർ തുള്ളും, ഡാൻസ് ചെയ്യാൻ പോവുക. ദാറ്റ് ഷോസ് ദ വർഷിപ്പ്. Hallelujah. Someone will leap this morning. Somebody is going to walk. Hallelujah. Somebody is going to dance in the presence of the Lord. അത് ജനം കണ്ടു. ഇരുന്ന് നീ ചാടുന്നത്, തകർന്നു പോയ നീ തുള്ളുന്നത് ഇന്ന് രാവിലെ ലോകം കാണട്ടെ. ആരാധിച്ചോ. Don't look at the song.